ഓ ക്യാഷ് കളക്ഷൻ, അതായിരിക്കണം നമ്മുടെ ബിസിനസ്. ശ്രദ്ധിച്ച് കേട്ടോണം, എന്നെ ശ്രദ്ധിച്ച് കേട്ടോ. അതല്ലാതെ കടം കൊടുത്തിട്ട് കസ്റ്റമറുടെ പുറകിന് നടന്ന് തെണ്ടേണ്ട അവസ്ഥ നമുക്കുണ്ടാവും. വരിക, നാളെ മറ്റന്നാൾ കയറും അത്താണിയിൽ. ഇവിടെ അടുത്ത ഫ്ലെക്സ്, ട്രെയിനിൽ വന്ദേ ഭാരതിൽ അടുത്ത സാധനം. ദൈവമേ, എവിടുന്നെങ്കിലും ഒരു മിസൈൽ വീഴണേ, എവിടുന്നെങ്കിലും ഒരു കൊറോണ വരണേ, എവിടുന്നെങ്കിലും ഒരു പണി വരണേ. കാരണം എന്താ, അത് തന്നെ അറിയാം, പറ്റുന്ന അത്രയും. ചീഫ് സാറേ, ഉള്ളത് മതി സാറേ. അല്ല, ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ. സാറ് പറയുന്ന ടേംസ് ഓംബ്ര മോലാളി ഇച്ചിരി ചെറ്റയാണെന്ന് പറയിപ്പിക്കണമെന്നേ. വെരി ക്ലിയർ. വാവ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പോ കാശുള്ള ട്രെയിനർ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്ത് സംഭവിക്കും? ഓ ക്യാഷ്. അല്ലാതെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്നാണ് ഇന്ന് ഈ പറയുന്നത്. ഇതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടെന്ന്, അത് കളി വേറെ. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ആ പണി തന്നവനൊക്കെ നിങ്ങളുടെ മുന്നിൽ വരാൻ പോവാ അടുത്ത ആഴ്ചകളിൽ. കോൾഡ് കസ്റ്റമറിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാ. ഈ മാസം എന്ത് ചെയ്യും? സാലറി കൊടുക്കാൻ. സാലറി സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്, ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. കേട്ടിട്ടുണ്ടോ? ഞാൻ വീണ്ടും പറയും, പറ്റുന്നത്രയും സമയങ്ങളിൽ ഞാൻ വന്ന് ഫ്രീ വെബിനാർ എടുക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളോടൊപ്പം. റെഡി? തുടങ്ങാം. ഓക്കെ അല്ലേ? നമുക്ക് ചില പ്രിൻസിപ്പിൾസ് വേണം. നമ്മളുടെ റൂൾസ് അത് പാലിക്കാൻ പറ്റാത്ത ആരും നമ്മുടെ കസ്റ്റമറായി വരാൻ പാടില്ല. റൈറ്റ്? നമ്മള് ഈ ശരിയാ, നമ്മുടെ തുടക്ക സമയത്തെ നമുക്ക് എവിടുന്ന് പൈസ കിട്ടിയാലും കുഴപ്പമില്ല. കാരണം ഓൾ റവന്യൂ ആർ ഗുഡ് റവന്യൂ. ഏത് കസ്റ്റമർ ആണെങ്കിലും ശരി, നമുക്കൊന്ന് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവന്റെ ഒക്കെ എടുത്തു പോകും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ക്വാളിറ്റി ഓഫ് റവന്യൂ. എന്ത് നോക്കണം? ക്വാളിറ്റി ഓഫ് റവന്യൂ. നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൈസ മാത്രം പോരാ ബിസിനസ്സിൽ. കസ്റ്റമറിൽ നിന്ന് പൈസ മാത്രം കിട്ടിയാൽ പോരാ. വി നീഡ് റെസ്പെക്ട് ആസ് വെൽ. റെസ്പെക്ട് ചെയ്യാത്ത ഒരുത്തനും സർവീസ് കൊടുക്കരുത്. റെസ്പെക്ട് ചെയ്യാത്ത ഒരാളെയും കസ്റ്റമറായിട്ട് എടുക്കരുത്. ആ കോൺഫിഡൻസ് വേണം ഒരു ബിസിനസ്സുകാരൻ. സോ വി ഷുഡ് ഹാവ് അവർ ഓൺ റൂൾസ്. നമുക്ക് ചില നിയമങ്ങൾ വേണം. ഇവിടുത്തെ നിയമം ഇങ്ങനെയൊക്കെയാ. ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്ലഡ്ജ് ഒക്കെ ഉണ്ട്. ഒരു ബിസിനസ്സുകാരനാണ് എന്ന് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ ഞങ്ങളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തും. ഞങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾ എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നും നമ്മളുടെ ഹയർ സെൽഫിനെ ഉണർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഞങ്ങൾ എന്നും രാവിലെ അല്ലെങ്കിൽ ഏത് സെഷൻ തുടങ്ങുന്നതിന് മുന്നേയും ഈ പ്ലഡ്ജോട് കൂടിയേ തുടങ്ങത്തുള്ളൂ. ഓക്കെ? അത് ഇഷ്ടപ്പെടാത്തവർ, അതെന്തെന്ന് മനസ്സിലാകാത്തവർ ബിസിനസ്സുകാരനാവാൻ അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് അഹങ്കാരമൊക്കെ വേണം. ഈ നല്ലവനായ ഉണ്ണിയായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നമുക്കൊരു പണി കിട്ടുമ്പോൾ, നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പറയുന്നവരാരും കാണത്തില്ല. നമ്മൾ തന്നെ അത് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, CEO. എന്താ എന്താ CEO? CEO എന്താ? ചാറ്റിലേക്ക് വന്നിട്ടേ. CEO. യെസ്. എന്താണ് സിഇഒയുടെ ഫുൾ ഫോം? അത് തന്നെ അറിയാം അല്ലേ? ചീഫ് അല്ല, ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ. മോലാളി ഇച്ചിരി ചെറ്റയാണെന്ന് പറയിപ്പിക്കണമെന്നേ. എന്നാലേ എല്ലാവർക്കും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. റെഡി അല്ലേ? എന്താ? അതാണ്. യെസ്. അടുത്ത 2 മണിക്കൂർ 1 മിനിറ്റ് പോലും പാഴാക്കില്ല. നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും വേസ്റ്റായി എന്ന് തോന്നില്ല. ഓക്കെ? സോ ഗെറ്റ് റെഡി. പേനയും ബുക്കും ഒക്കെ റെഡിയാക്കി വെച്ചു. എല്ലാ ആവശ്യം വരും. ഒരു പോയിന്റ് പോലും വിടരുത്. എല്ലാം നോട്ട് ചെയ്യുക. നോട്ട് ചെയ്യുന്നതിനൊപ്പം നമ്മൾ 2 തൊപ്പിയായിട്ട് വേണം ഇരിക്കാൻ. 2 ഹാറ്റ്. ഒന്ന് ഹാറ്റ് ഓഫ് എ സ്റ്റുഡൻറ്. ഒരു വിദ്യാർത്ഥിയെ പോലെ, അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ ക്ലാസ്സിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിക്കുക. അതോടൊപ്പം തന്നെ ലേൺ ലൈക്ക് ആൻ ഓൺട്രപ്രണർ. ഈ പഠിക്കുന്ന കാര്യം എൻ്റെ ബിസിനസ്സിൽ എവിടെ നടപ്പാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യുക. ഈ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്കൊരു ബിസിനസ് ട്രെയിനിങ് അത് കറക്റ്റ് ആവുന്നത്. സോ ഞാനൊരു മോട്ടിവേഷണൽ ട്രെയിനർ അല്ല, എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഐ എം എ ടീച്ചർ. ഞാൻ നല്ലൊരു അധ്യാപകനാണ്. ഈ അധ്യാപകൻ പണ്ടത്തെ നമ്മുടെ PT സാറിനെ ഓർമ്മയില്ലേ? വടിയെടുക്കുന്ന, അടിക്കുന്ന, അതെ, അതുപോലുള്ള ഒരു സാറാണ്. അതുകൊണ്ട്
ആ അധ്യാപകന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് തരുന്ന എനർജിയാണ് തിരിച്ചു കിട്ടുന്നത്. ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത് സന്തോഷത്തോടു കൂടിയൊന്നുമല്ല. ഇതൊരിക്കലും എടുക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 28 ഇതേ ദിവസം ഞാൻ രാവിലെ ദുബൈയിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്നു. ഖത്തറിലേക്ക് പോകുന്നത് അന്ന് വൈകിട്ട് നമ്മുടെ കിങ്സ് ക്ലബ് ഖത്തർ ടീമിന്റെ ഇഫ്താർ നടത്താനായിട്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ കൊച്ചിയിലും അതിന്റെ നെക്സ്റ്റ് ഡേ സൗദിയിലും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഖത്തറിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്, ഖത്തർ എയർപോർട്ട് ക്ലോസ് ചെയ്തു എന്ന്. ഞങ്ങൾ ചെല്ല് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ എയർപോർട്ട് ക്ലോസ് ഡൗൺ ചെയ്തു. അന്ന് തുടങ്ങിയതാ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു പടക്കം പൊട്ടുന്നത് കേട്ടു. അപ്പോഴാണ് അറിയുന്നത് യുദ്ധം തുടങ്ങി എന്ന്. അന്ന് തുടങ്ങിയതാ. ഇന്ന് 1 മാസമാകും. 1 മാസത്തിൽ നമ്മൾ കോവിഡ് വന്നപ്പോഴത്തെ പോലെയാ. ആദ്യത്തെ ദിവസങ്ങളിൽ വിചാരിച്ച ഇത് 2-3 ദിവസം കൊണ്ട് അങ്ങ് മാറും എന്ന് വിചാരിച്ചു. മാറില്ല. ഇപ്പോ 4 ആഴ്ച കഴിഞ്ഞിരിക്കുക. ഇനിയും ഇത് മാറുന്നത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇപ്പൊ നടക്കുന്നത്, എന്താണ് ഈ ഫെബ്രുവരി 28 മുന്നേ വരെയുള്ള നമ്മളും അതിന് ശേഷമുള്ള നമ്മളും തമ്മിലുള്ള മാറ്റം എന്തായിരിക്കണം, അതാണ് നമ്മൾ പഠിക്കാൻ. റെഡി? സോ വാർ ടൈം ബിസിനസ് സ്ട്രാറ്റജി. വാർ ടൈം ബിസിനസ് സ്ട്രാറ്റജി. വെൽക്കം. യെസ്, ഈ സ്ട്രാറ്റജി ഒക്കെ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? കാരണം ആ ബാറ്റിൽ ഫീൽഡ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ സ്ട്രാറ്റജി എന്ത് വേണം, ഇത് എത്ര നാൾ നിൽക്കും, ഇതിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാൻ പറ്റും. കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത, പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റ് കണ്ടിട്ടില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ്, ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ 1 മാസം ഇതിനി എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന് നമുക്കാർക്കും അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ എന്ന്. എന്നാലും ബീങ് എ ബിസിനസ് ഓണർ, നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം വന്നതിന് ശേഷം ഇത് ഏതൊക്കെ മേഖലകളെയാണ് ബാധിച്ചിരിക്കുന്നത്? ഒന്ന്, ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഷിപ്മെന്റിലാണ്. ഈ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഹോർമൂസ് കടലിടുക്ക്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്പേസിൽ കൂടിയാണ് ഈ പറയുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എണ്ണയും, അതുപോലെ തന്നെ ചൈനയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഒക്കെ ഭയങ്കര ട്രേഡിങ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കിന് അതുവഴിയുള്ള കപ്പൽ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹൈ റിസ്ക് ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ പറഞ്ഞ ഹോർമസ് ഏരിയയും അതുപോലെ തന്നെ എൻറ്റയർ മിഡിൽ ഈസ്റ്റ് ഇപ്പൊ ഒരു ഹൈലി എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇതിനെ ഇൻഷുറൻസ് കമ്പനികൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന ഓരോ കപ്പലിനും, ഈ പോകുന്ന ഓരോ എയർലൈൻസിനും അവര് നേരത്തെ ചാർജ് ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇപ്പോ ഇൻഷുറൻസ് ചാർജ് ചെയ്യുന്നത് എന്നറിയോ? ഇത് ആ കപ്പലിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ വരുന്ന ഓരോ സാധനത്തിനും അത്രയും വില കൂടുകയാണ്. ഇനി ഇത് നേരിട്ട് ആ റൂട്ടിലല്ല വന്നുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും ഇത് പല റൂട്ടിൽ സഞ്ചരിച്ചിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഷിപ്പ് ആയിക്കോട്ടെ. ആ റൂട്ട് മാറി സഞ്ചരിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന എക്സ്പെൻസ്, അതിന്റെ മെയിൻ്റനൻസ്, ഈവൻ അതിന് ഒരു എയർ ഹോസ്റ്റസിന്റെ അല്ലെങ്കിൽ പൈലറ്റിന്റെ ടൈം, അവർ വർക്ക് ചെയ്യുന്ന സമയം കൂടുകയാണ്, ഇതിന്റെ റൂട്ട് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ചാർജ് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത, പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും ആയിക്കൊണ്ടിരിക്കുക. കാരണം ലോങ്ങർ റൂട്ട് ആകുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കൂടും, ഫ്യൂവലിന്റെ കോസ്റ്റ് കൂടും, ഈ ക്രൂവിന്റെ മണിക്കൂറുകൾ, അവർ വർക്ക് ചെയ്യുന്ന അവേഴ്സ് കൂടും. ഇനി
ഓരോ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ പാർക്കിംഗ് ഫീസ് കൂടും. ഇനി ഈ ഷിപ്പുകളും എയർലൈൻസുകളും പലതും ലീസ് ഔട്ട് ചെയ്തിരിക്കുന്നത്, നേരിട്ട് കമ്പനിയുടേതല്ല, ലീസിനെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന. ഈവൻ ഇത് പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ലീസ് കൊടുത്തോണ്ടിരിക്കണം. ഇതൊക്കെ പിന്നീടുള്ള ഷിപ്മെന്റിൽ പിന്നീടുള്ള കാര്യങ്ങളിലാണ് ആഡ് ഓൺ ചെയ്യുന്നത്. അതുകൂടാതെ ഈ ലഭ്യത കുറഞ്ഞപ്പോഴത്തേക്കിന് എനർജി കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. അതുകൊണ്ട് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് റീറ്റെയിലേഴ്സിനെയും മാനുഫാക്ചറേഴ്സിനെയുമാണ്. കാരണം ഇവിടേക്ക് മെറ്റീരിയൽസ് എത്തുന്നില്ല, ഇവിടേക്ക് സാധനങ്ങൾ ഒന്നും എത്തുന്നില്ല, റോ മെറ്റീരിയൽസ് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. എത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഭയങ്കരമായ കോസ്റ്റ് കൂടിയാണ് എത്തുന്നത്. സോ ഇൻവെന്ററി ഷോർട്ടേജ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടോ ഇന്ത്യയിലേക്കോ ഒന്നും അയക്കാൻ പറ്റാതെ പല ഷിപ്മെന്റും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ വഴിമധ്യേ എവിടെയോ സ്റ്റക്കായിരിക്കുന്നു. ഇത് ഇപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിന്റെ ഇമ്പാക്റ്റ് വലുതായിട്ടൊന്നും ഇപ്പോഴും മാർക്കറ്റിലോ ഈവൻ നാട്ടിലോ അറിഞ്ഞിട്ടില്ല. കാരണം ഫെബ്രുവരി 28-നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ എല്ലാവർക്കും സാലറി ഒക്കെ കിട്ടി, എല്ലാവരുടെയും ബിസിനസ്സിൽ കിട്ടേണ്ട പൈസയൊക്കെ കിട്ടി. ഇതിന്റെ ഇമ്പാക്റ്റ് അറിയാൻ പോകുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ. പല കമ്പനികൾക്കും ശമ്പളം കൊടുക്കാൻ പറ്റാതെയാകും, പല കമ്പനികൾക്കും മാർച്ചിൽ കിട്ടേണ്ട പേയ്മെന്റുകൾ കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കാനുള്ളവർക്കെല്ലാം ഈ ക്യാഷിന്റെ ഫ്ലോ കംപ്ലീറ്റ്ലി നിൽക്കും. ഇവിടുത്തെ ക്യാഷിന്റെ ഫ്ലോ നിന്നാൽ അത് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ യുദ്ധം ഉണ്ടല്ലോ, അതിന്റെ പിന്നാലെ ഈ പത്രക്കാരും രാഷ്ട്രീയക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഇതൊന്നും നമ്മൾ അറിയാത്ത. 9-ാം തീയതി ഒന്ന് കഴിയട്ടെ, ഏപ്രിൽ 9-ന് അവരുടെ യുദ്ധം തീരും. എന്നിട്ട് റിയാലിറ്റിയിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം നിങ്ങളറിയും, കേരളത്തിലിരിക്കുന്നവരറിയും, ഇന്ത്യയിലുള്ളവരറിയും എന്താണ് ഇതിന്റെ ഇമ്പാക്റ്റ് അവിടെ വരാൻ പോകുന്നത്. ചെറുതല്ല. ഇവിടെ നിന്നുള്ള ഒഴുക്ക്, അങ്ങോട്ടേക്കുള്ള പണത്തിന്റെ ഒഴുക്ക്, ഇതെല്ലാം നിൽക്കും. എൻറ്റയർ കൺസ്ട്രക്ഷൻ ഏരിയയെ ഇത് ബാധിക്കും, എൻറ്റയർ ടൂറിസത്തെ ഇത് ബാധിക്കും, എൻറ്റയർ ക്യാഷ് ഫ്ലോയെ ഇത് ബാധിക്കും. എല്ലാ ബിസിനസ്സിനെയും ഇത് ബാധിക്കും, എല്ലാ കസ്റ്റമേഴ്സിനെയും ഇത് ബാധിക്കും, എല്ലാ മനുഷ്യരെയും ഇത് ബാധിക്കും. മനസ്സിലാക്കുക, യുദ്ധം കാരണം ഇവിടെ ഒരു ബിസിനസ്സും വീക്ക് ആവുന്നില്ല. ഒരു ബിസിനസ്സും യുദ്ധം കാരണം വീക്ക് ആവുന്നില്ല. യുദ്ധം വന്നപ്പോ ഏതൊക്കെ ബിസിനസ്സാണോ വീക്ക് അത് റിവീൽ ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെ ബിസിനസ്സാണോ വീക്കായിട്ടുള്ളത് അത് പുറത്തേക്ക് വരികയാണ്. ഈ യുദ്ധം വന്നപ്പോൾ, ക്രൈസിസ് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. കാരണം കാര്യങ്ങളൊക്കെ സ്റ്റഡിയായി പോകുമ്പോൾ, കാര്യങ്ങളൊക്കെ വളരെ പീസ്ഫുൾ ആയി പോകുന്ന സമയത്ത് ഏതൊരു ആവറേജ് ബിസിനസ്സുകാരനും സർവൈവ് ചെയ്യാം. കാരണം എന്താ, കാശ് ഇഷ്ടം പോലെ വരുന്നു, എല്ലാം പോകുന്നു, മാർക്കറ്റിൽ കാശുണ്ട്, എല്ലാ രീതിയിലും ഇൻഡസ്ട്രി നന്നായി പോകുന്ന സമയത്ത് ഏതൊരാൾക്കും ബിസിനസ്സുകാരനാകാം. പക്ഷേ ഡ്യൂറിങ് ക്രൈസിസ് ലീഡേഴ്സിന് മാത്രമേ, അവര് നയിക്കുന്ന ബിസിനസ്സിനെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പ്രതീക്ഷ എന്നാണ്. ഞാൻ കിങ്സ് ക്ലബിലെ ഒരു 4 വർഷമായിട്ടുള്ളതാണ്. നമ്മുടെ പ്രധാനമായിട്ടും ഈ മാർക്കറ്റിന്റെ കോൺഫിഡൻസിന്റെ മേളിലേക്കാണ് ഈ പറഞ്ഞ ആയിരങ്ങളൊക്കെ ബോംബുകളൊക്കെ വന്ന് വീണിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പരസ്യമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരം കമ്പനികളായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫീൽഡിലും ക്യാഷ് ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നമുണ്ട്. പേയ്മെന്റുകൾ ആരും ഇത് എന്താ പറയുന്നത്, മറ്റേ കറക്റ്റായിട്ട് ഇപ്പം നിലവിൽ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാർ പോലും ചെറുതായിട്ടൊന്ന് ചവിട്ടിയൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിന്റെ സീരിയസ്നെസ് പല ഇൻഡസ്ട്രിയിലേക്കും ഇപ്പോഴും കറക്റ്റായിട്ട് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം ഇപ്പോൾ ഇത് റൊട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ഫണ്ടൊക്കെ ചിലരുടെയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം പെട്ടെന്ന് തീരും എന്നുള്ള ധാരണയല്ല നമ്മളെല്ലാവരും പോകുന്നത്. അപ്പം ഉടനെ തീരട്ടെ എന്നുള്ള നമ്മുടെ ആഗ്രഹം. എന്നാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു 2 to 3 months എടുക്കും എന്നുള്ളതാണ് നമ്മൾ പല ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്.
മിക്കവാറും ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്കും റവന്യൂ ഇല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അല്ലാതായി മാറും. നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇപ്പം നേരത്തെ പറഞ്ഞൊരു ലീഡർഷിപ്പിന്റെ ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഒരുമിച്ച് തിരിച്ച് കര കയറണം. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഒട്ടും ശുഭകരമല്ല, പേടിപ്പിക്കാനല്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു പഞ്ഞകാലമാണ്. നമുക്കിതുപോലെ കൊറോണ ഒരു സമയം നമുക്ക് വന്നതാണ്. ഓക്കെ, ഇത് ഇവിടെ ജലദോഷം വന്നാൽ നാട്ടിൽ പനി വരും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നു. താങ്ക് യു. നമുക്ക് ഒരു ബിസിനസ്സിൽ 2 തരം ലീഡറിന്റെ ആവശ്യമുണ്ട്. 2 ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ഒരു ബിസിനസ്സിൽ വേണം. ഓക്കെ, ഒന്നാമത്തെ ആളിന്റെ പേര് ഒഫൻസ് ലീഡർ. രണ്ടാമത്തെ ലീഡറിന്റെ പേര് ഡിഫൻസ്. ഒന്ന് ഒഫൻസ്, 2 ഡിഫൻസ്. നമ്മൾ ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ലേ, ഫോർവേഡിൽ കളിക്കുന്നവരും അതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നവരും, അല്ലെ മിഡ്ഫീൽഡ് എന്നൊക്കെ പറയുന്ന പോലെ 2 പേര് വേണം. ഒരാള് അറ്റാക്ക് ചെയ്യുന്ന ആള്, അതാണ് ഒഫൻസ്. ഇതിനെ വിളിക്കുന്ന പേര് ടോപ്പ് ലൈൻ. ഇത് ബോട്ടം ലൈൻ. ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ. നമ്മള് മിക്ക ബിസിനസ്സുകാരും അവര് വരുന്നത് ഒരു സെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഈ സെയിൽസിൽ നിന്നിട്ട് ആണ് പതുക്കെ ബിസിനസ് ഓണറായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഒഫൻസ് ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒഫൻസ് ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ സ്കിൽ എന്ന് പറഞ്ഞു. ഒഫൻസ് എന്താണ്? അറ്റാക്ക് ചെയ്യുക, കൂടുതൽ സെയിൽസ് എടുക്കുക, ഗ്രോത്ത് കൊണ്ടുവരിക, കൂടുതൽ ബ്രാഞ്ച് കൊണ്ടുവരിക, കൂടുതൽ മാർക്കറ്റ് ഷെയർ, കൂടുതൽ എക്സ്പാൻഷൻ, കൂടുതൽ വിസിബിലിറ്റി, കൂടുതൽ റവന്യൂ. അങ്ങനെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ എന്നതിന്റെ പിന്നാലെ ഓടുന്നതാണ് ഒരു ലീഡർ. അതായത് ദേ ആർ മേക്കിംഗ് മണി. അവര് ബിസിനസിന്റെ അകത്തേക്ക് കാശ് കൊണ്ടുവരുന്നവരാണ്. അതാണ് ഒഫൻസ് ലീഡർ. രണ്ടാമത്തെ ഒരു ലീഡർ ഉണ്ട്, അതാണ് ഡിഫൻസ്. ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ മാച്ച് കളിക്കുകയാണ്. ആ മാച്ചിന്റെ അകത്ത് ഹാഫ് ടൈം ആയപ്പോ നമ്മുടെ ടീം 3-0 മുന്നിൽ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യു ഹാവ് ടു ഡിഫെൻഡ് യുവർ സ്കോർ. ഇനി എന്ത് ചെയ്യുക? ഗോൾ അടിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇനി ഇവിടെ വന്നാലും ഗോൾ അടിക്കാതെ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? സെക്കൻഡ് ഇതിലെത്തുമ്പോഴത്തേന് ഫോർവേഡിനെ മാറ്റിയിട്ട് കൂടുതൽ ഡിഫൻഡേഴ്സിനെ കോച്ച് ഇറക്കി വിടും. കാരണം എന്താ? ഇനി യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ സ്കോർ എന്ന് പറയുന്ന പോലെ ബിസിനസ്സിൽ ഒരു സൈഡിൽ കൂടി സെയിൽസ് ഒക്കെ വന്ന് കാശ് വരുന്നുണ്ട് എങ്കിൽ അവിടെ രണ്ടാമത്തെ ഒരു ജോലി നമ്മൾക്ക് കിടപ്പുണ്ട്, അതാണ് പ്രൊട്ടക്ട്. ആ കിട്ടുന്ന പൈസയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ ടോപ്പ് ലൈനിൽ എന്താ നടക്കുന്നത്? ഒഫൻസ് ആണ്, കൂടുതൽ വരുമാനം കൊണ്ടുവരുന്നു. ബോട്ടം ലൈനിൽ എന്ത് നടക്കണം? നമുക്കൊരു ലീഡർ ഉണ്ടായിരിക്കണം. ഇതൊരു ഫിനാൻസ് മാനേജർ ആകാം, ഇത് നമ്മളുടെ ഒരു അക്കൗണ്ടന്റ് ആകാം. ബട്ട് ഇത് ഒരു ഡിഫറൻറ്റ് സ്കില്ലാണ്. പലപ്പോഴും ഇത് രണ്ടും ഒരാൾക്ക് കിട്ടത്തില്ല. കാരണം എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്കില്ലായിരിക്കും അപ്പർ ഹാൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒഫൻസ് കൂടുതലുള്ള ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ വരുമാനം കൂടുതലായിരിക്കും, പക്ഷെ പ്രോഫിറ്റ് കുറവായിരിക്കും. ഡിഫൻസ് കൂടുതലുള്ളിടത്ത് സെയിൽസ് കുറവായിരിക്കും, പക്ഷെ നടക്കുന്നതിൻ്റെ അകത്ത് മാക്സിമം പ്രോഫിറ്റ് അവരെടുക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഒരുപോലെ നടക്കണം. കാരണം ഒഫൻസ് വിൽ മേക്ക് മണി, ഡിഫൻസ് വിൽ കീപ് മണി. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒഫൻസും വേണം, ഡിഫൻസും വേണം. വിച്ച് മീൻസ് റവന്യൂവും കൊണ്ടുവരണം. ആ വരുന്നതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് എടുത്ത് അത് നമ്മളുടെ വളർച്ചയ്ക്കും നമുക്ക് സമ്പാദിക്കാനും അതിൽ നിന്ന് സാധിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒഫൻസ് മാത്രം. മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ഇഷ്ടം പോലെ നടക്കുന്നു, സെയിൽസ് എക്സ്പാൻഷൻ ഇഷ്ടം പോലെ നടക്കുന്നു, എന്നും ഹയറിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു, പുതിയ 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 ബ്രാഞ്ചുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ പുതിയ പുതിയ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ആഡ് സ്പെൻഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നു, ബ്രാൻഡിങ് വലുതാക്കുന്നു, പൊസിഷനിങ് വലുതാക്കുന്നു. ഇതെല്ലാം ഒഫൻസ് ലീഡർ ചെയ്യുന്ന കാര്യമാണ്. അതേസമയം ഡിഫൻസ് ലീഡർ എന്താണ് ചെയ്യുന്നത്? അനാവശ്യമായ ചെലവുകൾ കട്ട് ചെയ്യുന്നു, കോസ്റ്റ് കട്ടിങ്. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യുന്നു, കളക്ഷനിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു, മാർജിൻ പ്രോഫിറ്റ് കൂടുതലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു, റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആക്കുന്നു, ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുന്നു, കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ബിസിനസ് ചെയ്യുന്നു. ഇതാരാണ് ചെയ്യുന്നത്? ഡിഫൻസ് ലീഡർ.
അപ്പോൾ ഒഫൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ വരുമാനം കാണും, പക്ഷെ ഒന്നും മെച്ചം കാണത്തില്ല. നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ബോത്ത് ഒഫൻസ് പ്ലസ് ഡിഫൻസ്. ഇത് രണ്ടും കൂടെ നമുക്ക് ചേരണം. ഇല്ലെങ്കിൽ സെയിൽ എടുത്തെടുത്ത് അങ്ങ് പോവും, പലപ്പോഴും മെച്ചമൊന്നും കാണത്തില്ല. സോ ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ. ഈ വീക്ക് ബിസിനസ്സുകളുടെ, ഇപ്പോ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകളുടെ പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല സമയത്ത് ഇവരെന്ത് മാത്രമേ ശ്രദ്ധിക്കൂ? ഒഫൻസ് മാത്രമേ ശ്രദ്ധിക്കൂ. സെയിൽസ് 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 സെയിൽസ്, വരുമാനം കൂട്ടുക, പുതിയ പ്രൊഡക്റ്റ്, എക്സ്പാൻഷൻ, ഗ്രോത്ത്, ഇത് മാത്രമേ ഇവന്റെ തലയിലുള്ളൂ. പക്ഷെ ഈ പറഞ്ഞുകൊണ്ട് ഒരു ബാഡ് ടൈം വരുന്ന സമയത്ത്, ഒരു പഞ്ഞമാസം വരുന്ന സമയത്ത് അവർക്ക് പാനിക്കായിട്ട് ഡിഫൻസിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഒരു സ്ട്രോങ് ബിസിനസ് ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂറിങ് ഗുഡ് ടൈം, നന്നായി കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് യു ഹാവ് ടു ബിൽഡ് ഡിഫൻസ്. നന്നായി ബിസിനസ് പോകുന്ന സമയത്ത് യു ഹാവ് ടു ബിൽഡ് ഡിഫൻസ്. സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് സ്മാർട്ട് ഒഫൻസ്. സ്മാർട്ടായിട്ടുള്ള ഒഫൻസുകൾ അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എൻ്റെ പേര് ഹാരിസ്. ഞാൻ ദമാമിൽ ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. സാറ് പറഞ്ഞ എക്സാക്ട്ലി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു ഒഫൻസ് ലീഡറിനെയാണ്. അതായത് സാറ് പറഞ്ഞ പോലെ സെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുതിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഓണേഴ്സ്. അതായത് ബിസിനസ് പഠിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റൊക്കെ പഠിച്ചിട്ട് അതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല പൊതുവെ ഉള്ളത്. ഏതാണ്ട് 90% ആൾക്കാരും പിന്നെ അവരുടെ എന്തെങ്കിലും ഒരു കഴിവിന്, സെയിൽസിൻ്റെ ആക്ടിവിറ്റിയിലുള്ള ഒരു കഴിവിനെ ബേസ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി തുടങ്ങി അങ്ങനെ വരുന്നവരാണ് 90% ആൾക്കാരും. അവർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഫൻസ് ലീഡർ എന്ന് പറയുന്നതാണ് ആക്ച്വലി ബാക്ക് ഓഫീസിൻ്റെ സിസ്റ്റം, അതുപോലെ തന്നെ ബാക്ക് ഓഫീസിൻ്റെ സ്റ്റാഫ്, അതുപോലെ തന്നെ ബാക്ക് ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡിഫൻസ് ലീഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ ഡിഫൻസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ എത്ര പേരെ സംസാരിച്ചാലും അവർക്കെല്ലാം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പ്രോപ്പറായിട്ടൊരു അക്കൗണ്ടിങ് മാനേജേഴ്സ് ഉണ്ടാകത്തില്ല. അവരുടെ പണം വരുന്ന വഴിയും പണം പോകുന്ന വഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. സെയിൽ ഉണ്ടാക്കുന്നതാണ് ഒഫൻസ് ലീഡർ. ആ സെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും, ഉറുമ്പ് അരിമണി ശേഖരിച്ച് മഴക്കാലത്ത് വെച്ചിട്ട് അത് പിന്നീട് സമ്മറിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് മഴക്കാലത്ത് അതിനു വേണ്ടിയിട്ട് അരിമണി ഉപയോഗിക്കുന്ന പോലെ നമ്മളും ചെയ്യേണ്ട അത് തന്നെയാണ്. സ്വരം നന്നായിരിക്കുമ്പോൾ ആവശ്യം പോലെ ബിസിനസ് ഉണ്ടാക്കുക, റവന്യൂ ഉണ്ടാക്കുക. ആ റവന്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെ വേണം. പക്ഷെ അത് നമ്മളിൽ ഏകദേശം എൻ്റെ ഒരു അനുഭവത്തിൽ വളരെ കുറച്ചുള്ള ആൾക്കാരിൽ മാത്രമേ അത് കാണാറുള്ളൂ. അത് തന്നെ നമ്മൾ ബിസിനസ് പഠിക്കുമ്പോഴാണ് ആ ഒരു ക്വാളിറ്റി നമുക്ക് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ സാറ് പറയുന്നത്, ആ ഡിഫൻസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു ലേണിംഗ് എബിലിറ്റിയാണത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ സാർ. സോ ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്തോണം, ഒഫൻസ് ലീഡർ വേഴ്സസ് ഡിഫൻസ് ലീഡർ. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഇന്ന് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കവിടെ ഒരു നല്ല ഡിഫൻസ് ലീഡറിന്റെ കുറവുണ്ട്. യെസ്, കാരണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സെയിൽസിലാണ്, മാർക്കറ്റിങ്ങിലാണ്, കൂടുതൽ വരുമാനം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ലാഭം കണ്ടെത്താനോ നിങ്ങൾ ചെലവുകൾ ചുരുക്കാനോ അല്ല ശ്രദ്ധിക്കുന്നത്. കാരണം അത് ചെയ്യുന്നത് ആരാണ്? അത് ഡിഫൻസ് ലീഡറാണ്. സോ നമുക്ക് ആദ്യം ഡിഫൻസിലേക്കൊന്ന് പോവാം, എന്നിട്ട് നമുക്ക് ഒഫൻസിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഇത് രണ്ടും പഠിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാനും പഠിക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ക്രൈസിസ് സമയത്ത് കാശ് ഉണ്ടാക്കാനും നമുക്ക് പഠിക്കാം എങ്ങനെയെന്നുള്ളത്. നമുക്ക് ആദ്യം ഡിഫൻസിലേക്ക് ഒന്ന് ഇറങ്ങാം. ഡിഫൻസിൽ വരുമ്പോൾ നിങ്ങൾ ഈ അക്കൗണ്ടൻസിയുടെ അല്ലെങ്കിൽ ഫിനാൻസിന്റെ ഫൗണ്ടേഷൻ ഒന്ന് മനസ്സിലാക്കണം. ആ ഫൗണ്ടേഷൻ മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങളെ കുറിച്ച് അറിയണം. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് റവന്യൂ. രണ്ടാമത്തതാണ് പ്രോഫിറ്റ്. മൂന്നാമത്തതാണ് ക്യാഷ് ഫ്ലോ. 1 റവന്യൂ, 2 പ്രോഫിറ്റ്, 3 ക്യാഷ് ഫ്ലോ. ഇത് 3ഉം എന്ത് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. The most important financial truth in business.
റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റവന്യൂ ഈസ് നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്. റവന്യൂവും പ്രോഫിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രോഫിറ്റും ക്യാഷ് ഫ്ലോയുമായിട്ടും ഒരു ബന്ധവുമില്ല. ഇത് മൂന്നും മൂന്നാണ്. ഒന്ന് റവന്യൂ, രണ്ട് പ്രോഫിറ്റ്, മൂന്ന് ക്യാഷ് ഫ്ലോ. എന്താണെന്ന് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ലെറ്റ്സ് സേ നമുക്കൊരു കച്ചവടം കിട്ടി. ഓക്കെ, ഈ കച്ചവടത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. 10 ലക്ഷം രൂപ, വിച്ച് മീൻസ് റവന്യൂ ഈക്വൽസ് 10 lakhs. 10 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഒരു കച്ചവടം നടന്നു, 10 ലക്ഷം രൂപയാണ്. ഇതിന്റെ അകത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഈ 10 ലക്ഷത്തിന്റെ അകത്ത് 8 ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. 10ൽ 8 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. ആ മെച്ചം വരുന്ന 2 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്. ഇപ്പൊ റവന്യൂ എന്താണ്? നമുക്ക് കിട്ടിയ ടോട്ടൽ സെയിൽസ് വാല്യൂ. രണ്ടെന്താണ്? അതിൽ നമുക്ക് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് എന്ത് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ചില ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്ര ടേൺ ഓവർ ഉള്ള കമ്പനി എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കോടിയുടെ ടേൺ ഓവർ ഉണ്ട് എന്ന് പറയുന്നവർ. അവരോട് ഒരു ചോദ്യം, നിങ്ങൾക്ക് അതിൽ എത്ര ലാഭമുണ്ട് എന്നുള്ളത്. ഇനി ചിലരുണ്ട്, അവർക്ക് നല്ല റവന്യൂ ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്യാഷ് ഫ്ലോ, ചോദ്യം ഇതാണ്: 10 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു, സാധനം കൊടുത്തു, എക്സ്പെൻസ് കഴിഞ്ഞ് 2 ലക്ഷം രൂപ ലാഭമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്: വാട്ട് ഇഫ് കസ്റ്റമർ നിങ്ങൾക്ക് പൈസ തന്നിട്ടില്ലെങ്കിലോ? ക്യാഷ് ഫ്ലോ ഈസ് 0. ശ്രദ്ധിച്ച് കേൾക്ക്. 10 ലക്ഷം രൂപയുടെ റവന്യൂ, 8 ലക്ഷം രൂപ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ കസ്റ്റമർ പേയ്മെന്റ് തന്നിട്ടില്ല. നിങ്ങൾ 30 ദിവസത്തെ അല്ലെ 60 ദിവസത്തെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുക, കടം കൊടുത്തിരിക്കുക, വിച്ച് മീൻസ് ക്യാഷ് ഫ്ലോ ഈസ് 0. എന്റെ ചോദ്യം അതാ, പിന്നെ എന്തിന് ഇങ്ങനത്തെ ഒരു റവന്യൂ? ഇതൊരു അസംഷനാ. 10 ലക്ഷം രൂപയുടെ ഇൻവോയ്സ് ചെയ്തു, ഇതിൻ്റെ അകത്ത് 2 ലക്ഷം രൂപ എനിക്കുള്ളതാ. ഇതും ഒരു ഊഹമാണ്, അല്ലെങ്കിൽ ആഗ്രഹം മാത്രമാണ്, പേപ്പറിൽ മാത്രമാണ് പ്രോഫിറ്റ്. യഥാർത്ഥ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പൈസ പെട്ടിയിൽ വീഴണം. അതവിടെ വീഴുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ പ്രശ്നം എവിടാന്നറിയോ? ഒരു കമ്പനിക്ക് 50 ലക്ഷം രൂപയുടെ റവന്യൂ ഉണ്ട്, പേപ്പറിൽ നോക്കുമ്പോൾ 10 ലക്ഷം രൂപയുടെ ലാഭമുണ്ട്, പക്ഷേ കസ്റ്റമർ 90 ദിവസം കഴിഞ്ഞേ പേയ്മെന്റ് തരത്തുള്ളൂ. നിങ്ങൾ ചോദിക്കാം, 90 ദിവസം കഴിഞ്ഞാലും കിട്ടുമല്ലോ. ഇവിടെ ഇതിന്റെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ 90 ദിവസവും എന്ന് പറയുന്ന 3 മാസമാണ്. ഈ 3 മാസവും നിങ്ങൾ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഈ 3 മാസവും നിങ്ങൾ റെന്റ് കൊടുക്കണം. ഈ 3 മാസവും നിങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ലേബറിന്റെ പൈസ കൊടുക്കണം. അതിന്റെ മെറ്റീരിയലിന്റെ പൈസ നിങ്ങൾ എടുക്കണം. ഈ പറയുന്ന സ്റ്റോക്ക് ചെയ്തതിന്റെ പൈസ നിങ്ങൾ, ഈ പറയുന്നതെല്ലാം ലോൺ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കണം. ഷോപ്പിന്റെ റെന്റ് കൊടുക്കണം, ഇന്റർനെറ്റ്, പെട്രോള്, വണ്ടി, EMI, ഇതെല്ലാം ഈ 90 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിക്കൊണ്ടേയിരിക്കണം. ഇതിന്റെ പ്രശ്നം എന്താ? ഈ സാധനം വന്നില്ലെങ്കിൽ, ഈവൻ ദോ പേപ്പറിൽ പ്രോഫിറ്റബിൾ ആണെങ്കിലും, യു വിൽ ഗോ ബാങ്ക്രപ്റ്റ്. നിങ്ങൾ പാപ്പരാവും. കാരണം അക്കൗണ്ടിൽ ഒന്നും ഇല്ല, പെട്ടിയിൽ കാശ് വീണിട്ടില്ല. പക്ഷെ പേപ്പറിൽ നോക്കുമ്പോൾ ഭയങ്കര ടേൺ ഓവർ, ഭയങ്കര ലാഭം, പക്ഷെ പെട്ടി കാശില്ല. സോ റവന്യൂ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കളക്ഷൻ. ശ്രദ്ധിച്ച് കേട്ടോണം, റവന്യൂ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കളക്ഷൻ. ഈ കളക്ഷൻ എന്ന് പറയുന്നത് ആരുടെ തലയ്ക്കകത്തുള്ളതാ? ഡിഫൻസ് ലീഡറിന്റെ തലയ്ക്കകത്താണ് കളക്ഷൻ. കാശ് മേടിക്ക്, കാശ് മേടിക്ക്, കാശ് മേടിക്ക്. ഇത് ഡിഫൻസ് ലീഡറാ. ഈ സെയിൽസുകാരൻ അല്ലെങ്കിൽ ഈ ഒഫൻസ് ലീഡറുടെ തലയിൽ എന്താ? അടുത്ത സെയിൽ, അടുത്ത സെയിൽ, അടുത്ത സെയില്. എന്റെ ചോദ്യം, മന്ത്ലി അല്ലെ വീക്ക്ലി മീറ്റിംഗിൽ നിങ്ങൾ എന്താണ് കണക്ക് കൂട്ടുന്നത്? റവന്യൂ. കഴിഞ്ഞ ആഴ്ച എത്ര റവന്യൂ ഉണ്ടാക്കിയെന്നാണോ? അതോ കഴിഞ്ഞ ആഴ്ച എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണോ? കിങ്സ് ക്ലബിലെയും കിങ് മേക്കേഴ്സിലെയും ഓരോ ബിസിനസ്സുകാരനും എല്ലാ ആഴ്ചയും നോക്കുന്നത് ഈ ആഴ്ച എത്ര കളക്ഷൻ കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. കാരണം വി ആർ ഇൻ ക്യാഷ് ഫ്ലോ ബിസിനസ്. ക്യാഷ് വരാത്ത ബാക്കിയെല്ലാം വെറും ആഗ്രഹം മാത്രമാണ്, വെറും ഒരു ഹോപ്പ് മാത്രമാണ്.
റവന്യൂ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കളക്ഷൻ. സോ ക്യാഷ് ഫ്ലോ ആണ് റിയൽ സ്കോർ കാർഡ്. ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കാതെ നിങ്ങൾ എത്ര വരുമാനം ഉണ്ടാക്കിയെന്നും അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ അഹങ്കരിച്ചാലും പെട്ടി കാശ് വീഴാത്തടത്തോളം, ഇതാ ഞാൻ കോഴിക്കോട് പറഞ്ഞേ, ഈ കാശ് വന്നില്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ സ്റ്റോക്കിനുള്ളത് കൊടുത്തു, ലേബറിന് കൊടുത്തു, സ്റ്റാഫിന് കൊടുത്തു, ഇന്റർനെറ്റിന് കൊടുത്തു, ഇതിനെല്ലാം കൊടുത്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ അപ്ഫ്രണ്ട് പേയ്മെന്റ് കൊടുക്കണം, നമ്മളൊരു ഫാർമസി ചെന്നാൽ മുൻപേർ കാശ് കൊടുക്കണം, നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ കാശ് കൊടുക്കണം. ഇവിടെ ഒന്നും നമുക്ക് കടമില്ല. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ ഈ കടം കൊടുക്കുന്നേ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രി അങ്ങനല്ല സാർ. ഹലോ സാർ, ഒറ്റ ചോദ്യം, എന്ത് പറ്റി ഇപ്പോ? ഈ വാറ് അല്ലെങ്കിൽ ഈ ക്രൈസിസ് ബാധിച്ചിട്ടില്ലാത്തവന്മാര് പോലും പൈസ കൊടുക്കുന്നില്ല. എന്ത് പറയുന്നത്? വാറല്ലേ? സോ ഇത് തലേ കിടക്കുന്ന ഒഫൻസ് ലീഡേഴ്സ് എന്ത് ചെയ്യും? ദേ സെലിബ്രേറ്റ് സെയിൽസ്. ഒരു വലിയ സെയിൽസ് കിട്ടുമ്പോഴത്തേന് ഇവര് ഭയങ്കര സെലിബ്രേഷൻ. നോ, സെലിബ്രേറ്റ് ഓൺലി കളക്ഷൻസ്. നിങ്ങൾ ഇന്ന് തൊട്ട് നോക്കേണ്ടത് എത്ര രൂപ കളക്ട് ചെയ്തു എന്ന് മാത്രമായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ എല്ലാ ദിവസവും സ്റ്റേറ്റ്മെന്റ് കിട്ടണം, എവിടുന്നൊക്കെ ആരൊക്കെ എത്ര രൂപ തരാനുണ്ടെന്ന്. അത് പോയി മേടിച്ചോണ്ട് വരാൻ പറയണം. പുതിയ സെയിൽ എടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, കിട്ടാനുള്ള പൈസ അത് മേടിച്ചോണ്ട് വരാൻ പറയാം. കാരണം ദിസ് ഈസ് ദ ഈസിയസ്റ്റ് മണി ഇൻ ദ വേൾഡ്. നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയാണ് ലോകത്തെ ഏറ്റവും ഈസിയസ്റ്റ് മണി. അത് മേടിച്ചോണ്ട് വരുന്നവന് വേണം ഇൻസെന്റീവ് കൊടുക്കാൻ, അല്ലാതെ ഇതിനല്ല. ഇൻസെന്റീവൈസ് സെയിൽസ് ടീം ഓൺലി ഫോർ കളക്ഷൻ. ഇത്ര രൂപയുടെ കളക്ഷൻ കൊണ്ടുവന്നാലേ നിനക്ക് ശമ്പളം ഉള്ളെന്നൊന്ന് പറഞ്ഞേ, ഇത്ര രൂപയുടെ കളക്ഷൻ കൊണ്ടുവന്നാലേ നിനക്ക് ഇൻസെന്റീവ് ഉള്ളെന്നൊന്ന് പറഞ്ഞേ, അവൻ മേടിച്ചോണ്ട് വരും. ഇപ്പൊ എന്താ അവൻ അത് മേടിക്കാത്തെ? നമ്മുടെ പൈസയല്ലേ. അവനെന്താ? അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. സോ ഈ റവന്യൂന്റെ വലിപ്പം കൂട്ടുന്നതിൽ ഒരു കാര്യമില്ല അൺടിൽ യു ഗെറ്റ് ക്യാഷ്. സോ ദയവേത് ഈ കസ്റ്റമേഴ്സിന് ലോങ് ക്രെഡിറ്റ് കൊടുക്കുന്ന പരിപാടി നിർത്തണം. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ ഇൻഡസ്ട്രി അങ്ങനല്ല സാർ. എന്റെ ചോദ്യം, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ എന്തിനാ ബിസിനസ് ചെയ്യുന്നേ? തന്നോട് ആര് പറഞ്ഞു അതിൽ തന്നെ ബിസിനസ് ചെയ്യണോ? ഇനി ആർക്കാണ് ഈ അപ്ഫ്രണ്ട് പേയ്മെന്റ് കിട്ടാത്തെ? നിങ്ങളെ ഈസിലി റീപ്ലേസബിൾ ആണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജനറൽ ആണെങ്കിൽ നിങ്ങളെ എങ്ങനെ കാണൂ? നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ, നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ അവർ കാശ് തരാത്തതല്ല പ്രശ്നം. നിങ്ങൾ കൊടുത്തില്ല, വേറൊരിടത്തും കൊടുക്കും. കാരണം എന്താ? നിങ്ങളും അവനും ഒരുപോലെ. നിങ്ങളെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ആർക്ക് അപ്ഫ്രണ്ട് കിട്ടുന്നത്? ഓൺലി ഫോർ എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റ്. അവരുടെ കടയുടെ മുന്നിൽ ആൾ വന്ന് ക്യൂ നിൽക്കും, അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷണൽ സാധനം മേടിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി അവന്റെ മുന്നിൽ ക്യൂ നിൽക്കണം, അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷണൽ സാധനം കൊടുക്കാൻ. നിങ്ങളിതിലാര്? നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ കളക്ഷനിൽ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ സെയിൽസ് വോളിയം കൂട്ടുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന് ശ്വാസം എടുത്തേ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതുപോലെയാണ്. ദാ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ക്യാഷ് ഫ്ലോ മാത്രം ഞാനൊന്ന് എടുത്ത് എഴുതുകയാണേ. ഇത് ക്യാഷ് ഫ്ലോ. ഇപ്പം നമ്മൾ ശ്വാസം എടുത്തില്ലേ, അതാണ് ഇൻഹെയിൽ. ഇൻഹെയിൽ എന്താണ്? ക്യാഷ് ഇൻ, അകത്തേക്ക് കാശ് വരുന്നത്. ഇതെന്താണ്? എക്സെയിൽ. എക്സെയിൽ എന്താണ്? ക്യാഷ് ഔട്ട്, ബിസിനസിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കാശ് പോകുന്നു. ഇൻ ഔട്ട്, ഇൻ ഔട്ട്. ഈ കടം കൊടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാം? ശ്വാസം അകത്തേക്ക് എടുക്കാനില്ല, പുറത്തേക്ക് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എത്ര നേരം പോവും? എത്ര ദിവസം പോവും? ഇൻ ഇല്ല, ഔട്ട് മാത്രമേ ഉള്ളൂ. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പറഞ്ഞ സാധനം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് യഥാർത്ഥ പ്രശ്നം. സോ നമുക്കൊന്ന് പഠിക്കാം, എന്താണ് ക്യാഷ് ഫ്ലോ.
ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ ഞാൻ പഠിപ്പിച്ചു തരാം എന്താണ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 3 തരമുണ്ട്. 3 തരം ക്യാഷ് ഫ്ലോ ഉണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ. ഒന്നാമത്തെ ക്യാഷ് ഫ്ലോയുടെ പേരാണ് ഓ ക്യാഷ്. ഓ ക്യാഷ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്ന് പറയും, ഓ ക്യാഷ്. രണ്ടാമത്തെ ക്യാഷ് ഫ്ലോയുടെ പേരാണ് ഐ ക്യാഷ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ക്യാഷ് എന്ന് പറയും, ഐ ക്യാഷ്. മൂന്നാമത്തെ ക്യാഷിന്റെ പേരാണ് എഫ് ക്യാഷ് അല്ലെങ്കിൽ ഫിനാൻസിങ് ക്യാഷ് എന്ന് പറയും. അപ്പം ഓ ക്യാഷ് അല്ലെ ഓപ്പറേറ്റിംഗ് ക്യാഷ്, ഐ ക്യാഷ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ക്യാഷ്, എഫ് ക്യാഷ് അല്ലെങ്കിൽ ഫിനാൻസിങ് ക്യാഷ്. ഇങ്ങനെ 3 തരം ക്യാഷ് ഫ്ലോ ആണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഒന്ന് കാശ് വരുന്നത് ഈ 3 കാര്യത്തിൽ കൂടിയാണ്, കാശ് പോകുന്നതും ഈ 3 കാര്യത്തിനാണ്. ഓക്കെ, സോ എന്താണ് ഓ ക്യാഷ്? അതാദ്യം ഒന്ന് പഠിക്കാം. ഓ ക്യാഷ് 2 തരമുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്ന് ഓ ക്യാഷ് ഇൻ, ഓ ക്യാഷ് ഇൻ. 2 ഓ ക്യാഷ് ഔട്ട്, ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് ഔട്ട്. എന്താണ് ഓ ക്യാഷ്? നമ്മുടെ ബിസിനസിന്റെ അകത്തെ മേജർ ആക്ടിവിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ബിസിനസ്. ഇപ്പൊ നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു റീറ്റെയിൽ കട നടത്തിയായിക്കോട്ടെ, നിങ്ങൾ ഒരു ടീച്ചിങ് ഫേം നടത്തുന്നതായിക്കോട്ടെ, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മളുടെ ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ കൂടി അകത്തേക്ക് വരുന്നതും ആ മെയിൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നതുമായിട്ടുള്ള കാശിന്റെ പേരാണ് ഓ ക്യാഷ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ്. എന്താണ്? നമ്മുടെ മേജർ ബിസിനസ് ആക്ടിവിറ്റിക്ക് അകത്തൂടെ. ഇപ്പം ഓ ക്യാഷ് ഇൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെയാ കാശ് കിട്ടുന്നത്? കസ്റ്റമർ തരുന്ന പേയ്മെന്റ്. ഓക്കെ, നമുക്ക് ചിലപ്പം അഡ്വാൻസ് പേയ്മെന്റ് കിട്ടും, ചിലപ്പോൾ നമ്മുടെ POS മെഷീൻ്റെ അകത്ത്, നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ്റെ അകത്ത് കാശ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ചില കസ്റ്റമേഴ്സ് ക്യാഷ് ആയിട്ട് തരും, അതല്ലെങ്കിൽ നമുക്ക് ചില മെമ്പർഷിപ്പിൽ കൂടി കിട്ടും. അതായത് കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന കാശ്, അതാണ് ഓ ക്യാഷ് ഇൻ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ബിസിനസ്സിൽ ഒരു മാസം കസ്റ്റമറിൽ നിന്ന് നമുക്ക് 10 ലക്ഷം രൂപ കിട്ടി എന്നിരിക്കട്ടെ, എങ്കിൽ ഓ ക്യാഷ് ഇൻ എത്രയാ? 10 ലക്ഷം രൂപ. നമ്മുടെ റവന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാവുന്നോ? കസ്റ്റമറിൽ നിന്ന് എത്ര രൂപ കിട്ടി നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റിക്ക്, അതാണ് ഓ ക്യാഷ് ഇൻ. ഇനി ഓ ക്യാഷ് ഔട്ട്, അതേ മാസത്തിൽ നമ്മളുടെ ബിസിനസ്സിൽ എത്ര രൂപ ചെലവായി ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടി. അതായത് സാലറി ഉണ്ട്, റെന്റ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, നമ്മളുടെ സാലറി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ലെറ്റ്സ് സേ 9 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ഔട്ട് ഉണ്ടായി എന്നിരിക്കട്ടെ. ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടി നമുക്ക് ക്യാഷ് ഔട്ട് ഉണ്ടായി എങ്കിൽ 10 ലക്ഷം രൂപ ഓ ക്യാഷ് ഇൻ, 9 ലക്ഷം രൂപ ഓ ക്യാഷ് ഔട്ട്. വിച്ച് മീൻസ് നമ്മളുടെ ആ മാസത്തിലെ നമ്മളുടെ ഓ ക്യാഷ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. ഒരു ബിസിനസ് അത് എത്രത്തോളം സ്റ്റേബിൾ ആണ്, ഈ ബിസിനസ് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ, അല്ലെങ്കിൽ മോശമാണോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ശ്രദ്ധിച്ചേ, വേറൊന്നും വേണ്ട. ഈ പറഞ്ഞ ഓ ക്യാഷ്, അതായത് കഴിഞ്ഞ 6 മാസമായിട്ട് എല്ലാ മാസവും ആർക്കൊക്കെ ഓ ക്യാഷ് പോസിറ്റീവ് വന്നിട്ടുണ്ടോ, യു ആർ ഹാവിങ് എ ഗുഡ് ബിസിനസ്. കൺസിസ്റ്റന്റ് ആയി എല്ലാ മാസവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഓ ക്യാഷ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. അതായത് വരവിനേക്കാൾ ചെലവ് കുറവാണ് എങ്കിൽ, അതും കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. ഓ ക്യാഷ് എന്താണ്? ബിസിനസിന്റെ മേജർ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസ മൈനസ് ആ മേജർ ആക്ടിവിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസ. അപ്പോൾ ഓ ക്യാഷ് ഇൻ മൈനസ് ഓ ക്യാഷ് ഔട്ട്. കണ്ടീഷൻ എന്താണ്? കൺസിസ്റ്റന്റ് ആയി 6 മാസം കൃത്യമായി നമുക്ക് ഓ ക്യാഷ് പോസിറ്റീവ് ആക്കാൻ പറ്റണം. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം നമ്മൾ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, അത് നമ്മൾ കസ്റ്റമർക്ക് ഇത്ര രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ വാങ്ങിച്ച വിലയും കൊടുത്ത വിലയും, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്തത്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിൻ സ്റ്റാഫിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മളുടെ ശമ്പളം ഉപയോഗിച്ചാൽ യൂട്ടിലിറ്റി ബില്ലുകളുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ആ പ്രോഫിറ്റിന് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മേജർ കാര്യത്തിനാണ് ഓ ക്യാഷ് എന്ന് പറയുന്നത്. വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി.
നമ്മളെ കയ്യിൽ നിന്ന് കസ്റ്റമർ പൈസ തന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിന് ആ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ക്യാഷ് വരുന്നു, ക്യാഷ് പോകുന്നു, ക്യാഷ് ഏതൊക്കെ സോഴ്സിൽ കൂടെ വരുന്നു, ക്യാഷ് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻഡിച്ചറാണ്. ഈ പ്രോസസ്സിൽ നടക്കുന്ന എക്സ്പെൻഡിച്ചറിന് മാത്രമുള്ള കാര്യമാണ്, അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻ ആൻഡ് ഓപ്പറേഷൻ ക്യാഷ് ഔട്ട്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആകുമ്പോൾ അക്കൗണ്ടന്റിന്റെ അടുത്ത് പറയണം, ഈ കഴിഞ്ഞ 7 ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഈ ശനിയാഴ്ച വൈകിട്ട് വരെ നമുക്ക് വന്നിരിക്കുന്ന ഇൻ ആൻഡ് ഔട്ട്, ഈ ഓ ക്യാഷ് എത്ര എന്ന് കൃത്യമായിട്ട് എനിക്ക് തരാൻ പറയണം. സിമ്പിളാ. അവരെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഈ ആഴ്ച എത്ര രൂപ വന്നു, ഈ ആഴ്ച എത്ര രൂപ ചെലവായി, വന്നത് മൈനസ് ചെലവായത് എത്ര, അതാണ് ഓ ക്യാഷ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആദ്യം ഉറപ്പുവരുത്തിയാൽ മതി, എല്ലാ ആഴ്ചയിലും ഈ ഓ ക്യാഷ് പോസിറ്റീവ് ആക്കി നിർത്താൻ പഠിക്കണം. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ സെയിൽസ് ടീമിന്റെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അക്കൗണ്ടന്റിനെയും കൂടെ വിളിക്കണം. വിളിച്ചടുത്തിരുത്തിയിട്ട് പറയണം, ഒന്ന് കാണിച്ചു കൊടുത്ത ഇവരോട്, കഴിഞ്ഞ ആഴ്ച ഇത്ര രൂപയാണ് വന്നതാകെ 5 ലക്ഷം രൂപ, പക്ഷെ നമുക്ക് ചെലവായിരിക്കുന്നത് 25 ലക്ഷം രൂപ. അതായത് കഴിഞ്ഞ ഒരാഴ്ച -20 ലക്ഷത്തിലാണ് ഈ ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിങ്കളാഴ്ച രാവിലെ അവരോട് പറയണം. അപ്പൊ ഇവരെന്തായി, കളക്ഷൻസിലേക്ക് ശ്രദ്ധിക്കും, നമ്മളും അക്കൗണ്ടന്റും സെയിൽസുകാരും. ഇല്ലെങ്കിൽ എന്തായി, നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഇപ്പൊ എന്തിനെ കുറിച്ചാ പറയുന്നത്, റവന്യൂവിനെ കുറിച്ച്. റവന്യൂ പറയുമ്പോൾ ഈ 25 ലക്ഷത്തിന്റെ കണക്കാ പറയുന്നത്. പക്ഷെ ആ 25 ലക്ഷത്തിൽ 5 ലക്ഷമേ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20 ലക്ഷം രൂപ അത് എവിടെ നിന്നുള്ളത് ഇപ്പൊ നമ്മൾ പഠിക്കും. അപ്പം എല്ലാ ആഴ്ചയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓ ക്യാഷ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അങ്ങനെ 4 ആഴ്ച പോസിറ്റീവ് ആയാൽ ആ മാസം പോസിറ്റീവായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആവശ്യമില്ലാതെ കണ്ണും പൂട്ടി സെയിൽസുകാർ കൊണ്ടുപോയി അവന്റെ ടാർഗറ്റ് തയ്ക്കാനേ ക്രെഡിറ്റ് കൊടുത്തിട്ട് വരത്തില്ലേ, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല. ഈ ആഴ്ച കൊടുത്തിരിക്കുന്നതെല്ലാം ഈ ശനിയാഴ്ചക്കുള്ളിൽ പൈസ ആക്കിക്കോണം, ഇല്ല അങ്ങനെയുള്ള കച്ചവടം വേണ്ടെന്നേ എന്ന് അവനോട് പറയണം. ഇതിപ്പോഴത്തെ പ്രശ്നം എന്താ, ഡിസ്കൗണ്ടും കൊടുക്കും ക്രെഡിറ്റും കൊടുക്കും. എടാ ഡിസ്കൗണ്ട് ആർക്കാ കൊടുക്കണ്ടേ, അപ്ഫ്രണ്ട് പേയ്മെന്റ് തരുന്നതിനാ ഡിസ്കൗണ്ട്. ആർക്കാ ഡിസ്കൗണ്ട്, കാശ് മുൻപേർ തരികയാണെങ്കിൽ നിനക്ക് ഞാൻ 5% കുറച്ച് തന്നേക്കാം, പ്രശ്നമില്ല, എനിക്ക് കാശ് തന്നാൽ മതി. അതായത് 30 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന പൈസയേക്കാൾ ലാഭം ഇന്ന് 5% കുറച്ച് കിട്ടുന്ന പൈസക്കാണെന്നേ. സോ അപ്ഫ്രണ്ട് പേയ്മെന്റ് തരാം, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തു. ഇതാരോട് പറയണം, സെയിൽസുകാരോട്. ഓക്കെ, ഈ ആഴ്ച നമുക്ക് ഓപ്പറേഷൻസ് നെഗറ്റീവാണ്, ഈ മാസം നമുക്ക് നെഗറ്റീവാണ്, എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ പോസിറ്റീവ് ആക്കാൻ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ബിസിനസ്സിൽ 80% വിജയിച്ചു. നിങ്ങളുടെ ഓ ക്യാഷ് പോസിറ്റീവ് ആക്കാൻ പറ്റിയ നിങ്ങൾ വിജയിച്ചു, 80% പണി കഴിഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം പറഞ്ഞാൽ തുടങ്ങി, എന്ത്, ക്യാഷ് കൊണ്ടുവരുന്ന മേക്കിംഗ് മണി. ഇതാണ് മേക്കിംഗ് മണി. ഓ ക്യാഷ് പോസിറ്റീവ് ആക്കുന്ന എന്താണ്, യു ആർ മേക്കിംഗ് മണി. അപ്പം നിങ്ങളുടെ ബിസിനസ് എടുത്തു വെച്ച് നോക്കണം. ഇതൊന്നും ഈ അക്കൗണ്ടന്റുമാർ ഇതൊക്കെ കൺഫ്യൂസ്ഡ് ആക്കി അവർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒന്നും തരത്തില്ല. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും അവരോട് പറയണ്ട. നിങ്ങൾ ഒരു ഡേറ്റ് പറയുക. നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത ഒരു സ്പെസിഫിക് ടൈമിന്റെ അകത്ത് നിർത്തി നമുക്ക് പറയാം. നമുക്കിത് വേണമെങ്കിൽ 1 ദിവസത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, ഒരാഴ്ചത്തെ എടുക്കാം, 10 ദിവസത്തെ എടുക്കാം, 1 മാസത്തെ എടുക്കാം, 6 മാസത്തെ എടുക്കാം, 1 വർഷത്തെ എടുക്കാം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് അവരോട് പറഞ്ഞാൽ മതി. ഈ 1 മാസത്തെ ക്യാഷ് ഇൻ മൈനസ് ക്യാഷ് ഔട്ട് എത്രയാ, നമ്പർ ആയിരിക്കും, അതിലറിയാൻ പറ്റും. നിങ്ങൾ അവരോട് പറഞ്ഞ് ഇന്നൊന്ന് ആവശ്യപ്പെട്ടെ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, കഴിഞ്ഞ 4 മാസത്തെ ഇൻ മൈനസ് ഔട്ട് ഒന്ന് തരാൻ പറഞ്ഞേ. അതിലറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്. നിങ്ങൾ പലർക്കും ഇൻ കുറവും ഔട്ട് കൂടുതലുമായിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഓ ക്യാഷ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഇനി ഈ 1 ലക്ഷം രൂപ ഇപ്പം നമുക്ക് 10 ലക്ഷം വന്നു, 9 ലക്ഷം ചെലവായി, ബാക്കി 1 ലക്ഷം രൂപയുണ്ട്. ഈ 1 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ക്യാഷ്. ഇതെന്താണ്, ഇൻവെസ്റ്റിംഗ് ക്യാഷ്. ഇൻവെസ്റ്റിംഗ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോ, അതിന് മുന്നേ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങോട്ട് എന്താണ് ഈ മാർച്ച് മാസത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇനി ഏപ്രിൽ മാസമൊക്കെ സംഭവിക്കാൻ പോകുന്നത്? ഫെബ്രുവരിയിൽ ക്യാഷ് ഇൻ നന്നായിട്ട് ബിസിനസ് പോവായിരുന്നു, മാർക്കറ്റ് അടിപൊളിയായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ ക്യാഷ് ഇൻ
കുഴപ്പമില്ല. 25 ലക്ഷം രൂപ ഇന്നുണ്ട്, 23 ലക്ഷം രൂപ ഔട്ടുണ്ട്, 2 ലക്ഷം രൂപ ലാഭമുണ്ട്, കുഴപ്പമില്ല. സ്വസ്ഥമായിട്ട് ഇരിക്കുകയായിരുന്നു ഫെബ്രുവരിയിൽ. പക്ഷെ മാർച്ച് എത്തിയപ്പോ, വാറ് വന്നപ്പോ, ക്രൈസിസ് വന്നപ്പോ എന്ത് സംഭവിച്ചു? 25 ഇൻ എന്നുള്ളത് ഒറ്റടിക്ക് 5 ലക്ഷമായിട്ട് കുറഞ്ഞു. പക്ഷെ അപ്പോഴും 23 എക്സ്പെൻസ് എന്നുള്ളത് ഫിക്സഡ് ആയിട്ട് അവിടെ നിൽക്കുക. അപ്പൊ എന്തായി? 18 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കണ്ടെത്തണം. ഇത് ഒരു മാസത്തെ കാര്യമാണെങ്കിൽ പോട്ടെ, അടുത്ത മാസവും ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും ഇപ്പൊ 5 ലക്ഷമെങ്കിലും കിട്ടി, ഇതങ്ങോട്ട് കടുക്കും തോറും ഈ 5 എന്നുള്ളത് 3 ആകും. അപ്പോഴും എക്സ്പെൻസ് 23 ലക്ഷം. അപ്പോൾ അടുത്ത മാസം 20 ലക്ഷം രൂപയും കൂടെ കടം. അതിൻ്റെ ഇങ്ങനെ ഇതങ്ങ് കൂടും. ഇതിന്റെ പ്രശ്നം എവിടാന്നറിയോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഓ ക്യാഷ് എന്ന് പറയുന്നത്, ഈ റവന്യൂ എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഇനി വന്നോളും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പക്ഷെ ഒരു ഓവർ കോൺഫിഡൻസാ. ഏത്? ഈ ഇൻ എന്നും കൺസിസ്റ്റന്റ് ആയി ഇനി വന്നോളും എന്നുള്ളത്. ഇൻകൺസിസ്റ്റന്റ് അല്ല, പക്ഷെ ഔട്ട് ഉണ്ടല്ലോ. ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാൻ പറ്റും. ഈ ഔട്ടിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. 1 ഫിക്സഡ് എക്സ്പെൻസ്, 2 വേരിയബിൾ എക്സ്പെൻസ്, 3 സെമി വേരിയബിൾ എക്സ്പെൻസ്. ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സാലറി, ബേസ് സാലറി, നിങ്ങളുടെ റെന്റ്, ഇന്റർനെറ്റ്, കറണ്ട് ബില്ല്, വാട്ടർ ചാർജ്, പെട്രോൾ അടിക്കുന്നത്, EMI, ഇതൊക്കെ കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ കട തുറന്നാലും തുറന്നില്ലേലും, വെള്ളം പൊങ്ങിയാലും പൊങ്ങിയില്ലേലും, മിസൈൽ വീണാലും വീണില്ലേലും ഇത് കൊടുത്തേ പറ്റൂ. അതാണ് ഫിക്സഡ് എക്സ്പെൻസ്. വേരിയബിൾ എക്സ്പെൻസ് എന്താ? ഇൻസെന്റീവ്, കമ്മീഷൻ, ഇതൊക്കെ എന്താണ്? കച്ചവടം നടക്കുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സെമി വേരിയബിൾ എന്താ? നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു, നമ്മൾ ഫ്രീലാൻസ് കൊടുക്കുന്നു, ഇത് ഒരു സെമി വേരിയബിൾ, ചെയ്യുന്നതിന് അഗൻസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. നമുക്ക് 2 പ്രശ്നമാണ് സംഭവിച്ചത്. 1, ഈ ഓ ക്യാഷ് പോസിറ്റീവ് ആക്കിയില്ല. 2, ഈ ക്രൈസിസ് സമയത്ത് എന്ത് സംഭവിച്ചു? ഇൻ നിന്നുപോയി. അപ്പൊ എന്തുണ്ടായി? ഈ ഫിക്സഡ് എക്സ്പെൻസ്, ചിലരുണ്ട് വലിയ ഓഫീസ് അങ്ങ് എടുക്കും, വലിയ ഷോറൂം അങ്ങ് എടുക്കും, ആവശ്യമില്ലെങ്കിലും ഇഷ്ടം പോലെ സ്റ്റാഫിനെ എടുത്തങ്ങ് വെക്കും. എന്നിട്ട് എന്താക്കും? ഈ ഫിക്സഡ് എക്സ്പെൻസ് ഹൈ ആക്കി നിർത്തും. അവരുടെ പ്രതീക്ഷ എന്താ? ഇൻകം ഉണ്ടല്ലോ, പിന്നെന്താ നമുക്ക് എക്സ്പെൻസ് കൂട്ടിയാൽ. ഇവൻ പോയിട്ട് എന്തെടുക്കും? ലോൺ എടുത്ത് വണ്ടി മേടിക്കും, ലോൺ എടുത്ത് വീട് വെക്കും, ലോൺ എടുത്ത് ലൈഫ് സ്റ്റൈൽ വലുതാക്കും. ഇതിന്റെ പ്രശ്നം എന്താ? ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ടത് എവിടെ നിന്നാ? ഈ ഓപ്പറേഷൻസിൽ നിന്നാ. ഈ ഇൻ കുറഞ്ഞു കഴിയുമ്പോൾ ഈ EMI ഉൾപ്പെടെ, സാലറി ഉൾപ്പെടെ, റെന്റ് ഉൾപ്പെടെ ഉള്ളതെല്ലാം, ടാക്സ് ഉൾപ്പെടെ ഉള്ളത് എന്താണ്? ഇത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്. വിസ കോസ്റ്റ് ആയിക്കോട്ടെ, എംപ്ലോയി മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിക്കോട്ടെ, ഇവന്മാർക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഫിക്സഡ് എക്സ്പെൻസാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇൻഡ് കുറഞ്ഞു, ഔട്ട് അതുപോലെ നിൽക്കുന്നു. നെഗറ്റീവ്, 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 നെഗറ്റീവ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പൊ എന്താ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്? വാറ് വന്നപ്പോ ഓ ക്യാഷ് നെഗറ്റീവായി. ഓ ക്യാഷ് നെഗറ്റീവ് ആയപ്പോഴത്തേക്കിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കടം മേടിക്കേണ്ട അവസ്ഥ. അങ്ങനെ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് എങ്കിൽ, എവിടുന്നെങ്കിലും നിങ്ങൾ ഇൻട്രസ്റ്റിനോ നിങ്ങൾ കടവോ എടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് എഫ് ക്യാഷ്, ഡെപ്റ്റ്. ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് അവിടുന്ന് നിങ്ങൾ കടം മേടിക്കുന്നുണ്ട് എങ്കിൽ അത് എഫ് ക്യാഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? ഇപ്പം 25 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്നതാ, പക്ഷെ 23 ലക്ഷം രൂപ ചെലവും ഉണ്ടായിരുന്നു, 2 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. പക്ഷേ മാർച്ച് എത്തിയപ്പോഴത്തേക്കിന് 25 എന്നുള്ളത് 5 ആയിട്ട് കുറഞ്ഞു. പക്ഷെ അപ്പോഴും 23 എന്നുള്ളത് ഫിക്സ്ഡ് ആയിട്ട് അവിടെ നിൽക്കുക. 18 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വന്നു. ഈ 18 ലക്ഷം രൂപ എന്ത് ചെയ്തു? ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്കെടുത്തു, അല്ലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു 18 ലക്ഷം രൂപ. ഇതിന്റെ പ്രശ്നം എന്താ? ഇത് വന്നിട്ട് ഈ മാസത്തെ ഓ ക്യാഷ് ഓക്കെ ആക്കി, ടാലിയാക്കി, പുറത്തുനിന്ന് പൈസ കൊണ്ടുവന്ന് ശമ്പളവും കൊടുത്ത്, റെന്റും കൊടുത്ത്, കാര്യങ്ങളൊക്കെ കൊടുത്തു. അടുത്ത മാസത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ 18 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. അതിന്റെ മന്ത്ലി EMI 1 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ, അതിന്റെ പലിശയും കൂടെ ചേർത്ത് 1.5 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ. അടുത്ത മാസത്തെ ചെലവ് എത്രയായി മാറി? ഇത് ഫിക്സഡ് എക്സ്പെൻസ് അടുത്ത മാസം, കാരണം ബാങ്കിന് അത് കൊടുത്തേ പറ്റൂ, പലിശ കൊടുത്തേ പറ്റൂ.
അടുത്ത മാസം 23 എന്നുള്ളത് 24.5 ലക്ഷം രൂപയായി എക്സ്പെൻസ്. അപ്പോഴും ഇൻകം എത്രയാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതും ലെറ്റ്സ് സേ 5 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ, പക്ഷെ 24.5 വേണം. 19.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് എന്ത് ചെയ്യും? വീണ്ടും പോയി ബാങ്കിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ട് അവന്റെ കയ്യിൽ നിന്ന് വീണ്ടും കാശ് മേടിക്കും. ചിലപ്പോൾ ഇൻവെസ്റ്റർ ആയിരിക്കും തരുന്നത്, ചിലപ്പം ബാങ്കിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഇതെന്തായി മാറി? ഇത് കൊണ്ടുവന്ന് ഈ മാസത്തെ ഓപ്പറേഷൻസ് ബരാബറാക്കി. ഇപ്പൊ എന്തായി? 19.5 പ്ലസ് നേരത്തെ 18, 37 ലക്ഷം രൂപ കടവായി. അടുത്ത മാസം എന്തായി? ഈ 19ന്റെ 1.5 ലക്ഷം കൂടെ തിരിച്ചടയ്ക്കണം. 24 എന്നുള്ളത് 26 ലക്ഷം രൂപയായി. ഇനി ഇത് നിങ്ങളുടെ പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ 4ാമത്തെ മാസത്തിൽ മാറിയെന്നിരുന്നോട്ടെ, പക്ഷെ അപ്പോഴത്തെ പ്രശ്നം എന്താ? 25 ലക്ഷം രൂപ വരുമാനം, 26 ലക്ഷം രൂപ ചെലവ്. പണി വരുന്ന വഴി മനസ്സിലായോ? ഇപ്പൊ പണി കിട്ടി എവിടാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഈ കടം കൊടുക്കുകയോ കടം എടുക്കുകയോ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? കടം എടുക്കുമ്പോൾ എളുപ്പമാ, നമ്മുടെ ഓപ്പറേഷൻസിലേക്ക് പെട്ടെന്ന് കുറച്ച് കാശ് വരും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? കടം ഒരു പ്രശ്നമേ അല്ല. അതറിയാവോ? കടം ഒരു പ്രശ്നമേ അല്ല. കടം ഒരിക്കലും ഡേഞ്ചറസ് അല്ല. തിരിച്ചടവാണ് ഡേഞ്ചറസ്. കടം പ്രശ്നമല്ല, തിരിച്ചടവാണ് പ്രശ്നം. കാരണം കടമെന്ന് പറയുന്നത് എഫ് ക്യാഷ്, കാശ് വരികയാ. പക്ഷെ തിരിച്ചടവെന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്. അത് എവിടുന്നാ പോണ്ടേ? ഓപ്പറേഷൻസിൽ നിന്ന് വേണം പോകാൻ. ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് വേണം ഈ പൈസ അങ്ങോട്ട് പോകാൻ. എഫ് ക്യാഷ് ഒരു ബാധ്യതയാണെന്ന് പറയുന്നത് എന്താ? അടുത്ത മാസത്തെ ഓ ക്യാഷ് ഔട്ടിൽ ഈ എഫ് ക്യാഷ് തിരിച്ചു കൊടുക്കണം, പലിശ സഹിതം. ഓൾറെഡി ഇത് നെഗറ്റീവ് ഉള്ളവൻ. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ് എക്സ്പാൻഷന് പോകരുത്, വലുതിന് പുറകെ പോകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വലുതിന് പിന്നാലെ പോകുന്നത് എങ്ങനെയാ? നിങ്ങൾ കടം മേടിച്ചിട്ട്. ഈ കടം മേടിച്ചിട്ട് വലുതാക്കുമ്പോ എന്ത് സംഭവിക്കും? ഈ മേടിക്കുന്ന കടം തിരിച്ചു കൊടുക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കടം എടുത്തിട്ട് വലുതാക്കാൻ നോക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് പോസിറ്റീവ് ആണോ? അതുപോലും അറിയില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം, ഈ ഓപ്പറേഷൻസ് പോസിറ്റീവ് ആക്കാൻ പറ്റാത്ത ഒരു കമ്പനി ഒരിക്കലും കടമെടുക്കരുത്, ഒരിക്കലും ഇൻവെസ്റ്ററെ കൊണ്ടുവരികയും ചെയ്യരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഓ ക്യാഷ് പോസിറ്റീവ് ആക്കാൻ പറ്റാത്ത ഒരു കമ്പനിയും ഒരിടത്തുനിന്നും കടമെടുക്കരുത്, ഒരു ഇൻവെസ്റ്ററെയും കൊണ്ടുവരരുത്. എന്ന് നിങ്ങൾക്ക് ഇത് കൺസിസ്റ്റന്റ് ആയി 6 മാസം പോസിറ്റീവ് ആക്കാൻ പറ്റുമോ, അന്ന് മാത്രം ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുക, അന്ന് മാത്രം ഇത് വലുതാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അന്ന് മാത്രം കൂടുതൽ സ്റ്റാഫിനെ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അന്ന് മാത്രം പുതിയ ബ്രാഞ്ച് ഇടുന്നതിനെ കുറിച്ചോ പുതിയ പ്രൊഡക്റ്റ് എടുക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കുക. അതുവരെ ഈ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ കയറ്റി ഇറക്കി ഉള്ളതിനെയെല്ലാം നമ്മളെ ഉൾപ്പെടെ കയറ്റി ഇറക്കി അവസാനത്തെ നീര് വരെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കണം. ഏത്? ഈ ഓ ക്യാഷ് പോസിറ്റീവ് ആകുന്നിടം വരെ. അപ്പൊ നമുക്ക് 3 തരം ക്യാഷ് ഫ്ലോ ഉണ്ട്. 1 ഓ ക്യാഷ്, 2 ഐ ക്യാഷ്, 3 എഫ് ക്യാഷ്. ഇപ്പൊ നമുക്ക് ഓ ക്യാഷ് എന്താണെന്ന് മനസ്സിലായി, എഫ് ക്യാഷ് എന്താണെന്ന് മനസ്സിലായി. ഐ ക്യാഷ് ഇപ്പൊ നമ്മൾ പറഞ്ഞു 10 ലക്ഷം രൂപ ഇൻ, 9 ലക്ഷം രൂപ ഔട്ട്, വിച്ച് മീൻസ് ഓ ക്യാഷ് 1 ലക്ഷം രൂപ നമുക്ക് മാർച്ച് മാസത്തിൽ കിട്ടി എന്നിരിക്കട്ടെ. ഓപ്പറേഷൻസിൽ കൂടി 1 ലക്ഷം രൂപ ലാഭം കിട്ടി. ഇത് നമ്മളുടെ സാലറി ഒക്കെ കഴിഞ്ഞിട്ടാണേ. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 20% എന്ത് ചെയ്യാണ്? ഓണർക്ക് അയാൾക്ക് കുറെ കടമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അയാളാണല്ലോ ഈ ബിസിനസ് ചെയ്യുന്നത്, ഇയാൾക്കുള്ള റിവാർഡായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതായത് 20,000 രൂപ, ഈ 1 ലക്ഷത്തിന്റെ അകത്തുനിന്ന് 20,000 രൂപ ഓണർ എടുത്തു എന്നിരുന്നോട്ടെ, അയാളുടെ പ്രോഫിറ്റ് ഷെയർ ആയിട്ട് അയാൾ എടുത്തു. ഇതെന്താണ് ഈ ഓണർ എടുക്കുന്ന പൈസ? എഫ് ക്യാഷ്. ഓണർക്ക് തിരിച്ചു കൊടുത്തേതാ പൈസ. ഇനി നമ്മളുടെ എഫ് ക്യാഷ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും എഫ് ക്യാഷ് ആണ്. ഓണർക്കോ ബാങ്കിനോ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കത്തില്ലേ, അല്ലെ നമ്മൾ കടമെടുത്ത് തിരിച്ചു ഇതൊന്നും കൂട്ടത്തില്ല. പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കുന്നത് എഫ് ക്യാഷ് ആണ്. ഒരു ബിസിനസ് ഓണർക്ക് പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കുന്നത് എഫ് ക്യാഷ് ആയിട്ടാണ് കണക്കാക്കുക. ബാക്കി 80,000 രൂപയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം, എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം. 1 ലക്ഷം രൂപ ലാഭം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? 20% ഓണർക്ക് വേണമെങ്കിൽ കൊണ്ടുപോക്കോ, വേണമെങ്കിൽ അല്ല കൊണ്ടുപോയിരിക്കണം. കാരണം എന്നും ബിസിനസ്സിനെ ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കാനാണെങ്കിൽ എന്നും അതിനെ നേരം കാണത്തുള്ളൂ. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് തന്നെ എന്തിനാ? നമുക്ക് കാശുണ്ടാക്കാൻ.
ഈ 20,000 വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ പേഴ്സണൽ അസറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് 2 തരം ഫിനാൻസ് ഉണ്ട്. ഒന്ന് ബിസിനസ് ഫിനാൻസ്, 2 പേഴ്സണൽ ഫിനാൻസ്. എല്ലാ മാസവും നമുക്ക് എന്തെങ്കിലും, അത് 1 ഗ്രാം സ്വർണമായിരിക്കും, 10,000 രൂപയുടെ FD ആയിരിക്കും, എന്തെങ്കിലും ഒന്ന് പേഴ്സണലി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ മാസം നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബിസിനസ് വഴി എന്നുള്ളതാണ് സത്യം. എല്ലാ മാസവും 1 ഗ്രാം സ്വർണമെങ്കിലും ഈ പറയുന്ന ഓ ക്യാഷിന്റെ അകത്തുനിന്ന് ഒരു പെർസെൻറ്റേജ് നിങ്ങൾ പേഴ്സണലി പുറത്തേക്ക് കൊണ്ടുപോകണം. എല്ലാ മാസവും കൊണ്ടുപോയിട്ട് അതൊരു അസറ്റ്, അത് കൊണ്ടുപോയി ചെലവാക്കാനല്ല, കുട്ടടിക്കാനല്ല, കൊണ്ടുപോയി നിങ്ങൾ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി 80,000 രൂപയുണ്ടെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ എന്താ ഒരു ക്രൈസിസ് ഉണ്ടായേ? നമ്മളിപ്പോ പറഞ്ഞു 10 ലക്ഷം രൂപ ഇൻ, 9 ലക്ഷം രൂപ ഔട്ട്, 1 ലക്ഷം രൂപ പ്രോഫിറ്റ്. ക്രൈസിസ് വന്നു. ഈ 9 ലക്ഷം രൂപ ചെലവ് അതുകൂട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഇൻ കുറഞ്ഞു, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ കുറഞ്ഞു. ഇതൊരു 5 ലക്ഷം രൂപയായി. 5 ലക്ഷം ആയപ്പോ എന്തായി? -4 ലക്ഷം രൂപയായി നമ്മളുടെ ഓ ക്യാഷ്. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ സിനാരിയോയിൽ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാണ്. ഈ ലാഭം ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ കിട്ടിയ ലാഭത്തിന്റെ ഒരു പങ്ക് ഐ ക്യാഷിലേക്ക് ഇട്ടു. എന്താണ് ഐ ക്യാഷ്? ഐ ക്യാഷിന്റെ അകത്തെ ഒരു ഐറ്റമാണ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് റിസർവ് ഫണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏതെങ്കിലും ഒരു മാസം ഈ പറഞ്ഞ ക്യാഷിൻ കുറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ വരവ് കുറയുകയാണെങ്കിൽ ആ മാസം പുറത്തു പോയി ബാങ്കിനെയോ കടത്തിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. നമ്മളുടെ തന്നെ ഒരു റിസർവ് ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. നമ്മളുടെ തന്നെ ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ പൈസ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ റിസർവ് ഫണ്ട്, അതിന്റെ പേരാണ് റിസർവ് ഫണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു മാസം 10 ലക്ഷം രൂപ നമ്മുടെ എക്സ്പെൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. റിസർവ് ഫണ്ടിന്റെ കണക്ക് പറയുന്നത് മിനിമം, ഏറ്റവും കുറഞ്ഞത് 3 മാസത്തെ റിസർവ് ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ്. 3 മാസത്തെ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് എന്നാണ് ഇതിന് പറയുന്നത്. എത്ര മാസത്തെ? 3 മാസത്തെ. നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് 10 ലക്ഷം രൂപയാണെങ്കിൽ ഇൻറ്റു 3, 30 ലക്ഷം രൂപ മിനിമം നിങ്ങൾ ക്യാഷ് റിസർവ് ആയിട്ട്. ഇത് കൊണ്ടുപോയി വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഇത് കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ടിൽ ഇടരുത്, ഇത് കൊണ്ടുപോയി വണ്ടി മേടിക്കരുത്, ഇത് കൊണ്ടുപോയി അസറ്റിൽ ഇൻവെസ്റ്റ് കൊണ്ടുപോയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത് ക്യാഷ് ആയിട്ട്, അത് പെട്ടെന്ന് എൻക്യാഷ് ചെയ്യുന്ന, ഇപ്പം FD ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടാം. പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ അപ്പം തന്നെ എടുക്കാൻ പറ്റണം. റവന്യൂ എന്ന് പറയുന്നത് അൺസേർട്ടൺ ആണ്, പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുന്നത് സേർട്ടൺ, ഉറപ്പാണ് അത്ര എക്സ്പെൻസ് വരും. അപ്പോ ഇങ്ങോട്ട് നോക്കി, എന്നെ ശ്രദ്ധിച്ചു നോക്കി. ഈ ക്രൈസിസ്, ഈ യുദ്ധം നിങ്ങളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ റീസൺ ഇതാണ്. ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള റിസർവ് ഫണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ കയ്യിൽ റിസർവ് ഫണ്ട് ഒന്നും ഇല്ല, അല്ലെങ്കിൽ 1 മാസത്തിന് താഴെയുള്ള റിസർവ് ഫണ്ടേ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എങ്കിൽ, അതായത് 10 ലക്ഷം രൂപ ചെലവുണ്ട് ഈ മാസം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ICUയിലാണ് നിങ്ങളുടെ ബിസിനസ്. അതല്ല, നിങ്ങൾക്കിപ്പോ 1 മാസം തൊട്ട് 3 മാസം വരെയുള്ള റിസർവ് ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഇരിക്കാൻ, 3 മാസത്തിന് താഴെ, സ്റ്റിൽ യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങൾ ഡേഞ്ചറിലാണ്. കാരണം റവന്യൂ കൂടുന്നില്ല, പക്ഷെ ചെലവ് അതുപോലെ നിൽക്കുന്നു. അതേസമയം നിങ്ങൾക്കൊരു 3 to 6 months ഉണ്ട് നിങ്ങളുടെ റിസർവ് ഫണ്ട് എങ്കിൽ യു ആർ സ്റ്റേബിൾ, നിങ്ങളൊരു നല്ല കമ്പനിയാണ്. അതല്ല, നിങ്ങൾക്കൊരു 6 months പ്ലസ് റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ യു ആർ പവർഫുൾ. ഈ റിസഷൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ പൊളിച്ചെടുക്കും. കാരണം എന്താ? ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം എന്നെ. ഈ റിസഷനിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ റിസർവ് ഫണ്ട് ഉള്ളവർ കൂടുതൽ പവർഫുൾ ആകും. ഈ റിസർവ് ഫണ്ട് ഇല്ലാത്തവന്മാരെല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് തൂത്തെറിയപ്പെടും. കാരണം ഇവർക്ക് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും, ഇവർക്ക് സപ്ലയർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരും, ഇവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, ഇവർക്ക് ബാങ്കിന് ലോൺ കൊടുക്കത്തില്ല, ഇവരുടെ സിബിൽ സ്കോർ താഴെ പോവും, ഇവരുടെ സ്റ്റാഫ് ഇട്ടിട്ട് പോവും, ഇവരുടെ ഓഫീസ് അല്ലെങ്കിൽ ഷോറൂം വിട്ടിട്ട് പോകാനായിട്ട് ലാൻഡ് ലോഡ് ആവശ്യപ്പെടും. കാരണം ഇവർക്ക് റിസർവ് ഫണ്ട് ഇല്ല. അതേസമയം ഇവർക്കോ ഈ ക്രൈസിസ് വന്നിട്ടും അവർ സ്റ്റേബിൾ ആണ്, പവർഫുൾ ആണ് എന്ന് സപ്ലയർക്കും ബാങ്കിനും
കസ്റ്റമർക്കും സ്റ്റാഫിനും മനസ്സിലാവുമ്പോൾ ഇവന്മാരുടെ കൂടെ നിൽക്കുന്ന നല്ല സ്റ്റാഫും ഇവരുടെ കൂടെയുള്ള നല്ല കസ്റ്റമേഴ്സും ഇവരെ തേടി വരും. ഇവന്മാര് അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മളെ വലിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ നിന്ന സ്റ്റാഫ് പോയി സ്വന്തമായിട്ട് തുടങ്ങിയില്ലയോ, അവനൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോവും. കാരണം എന്താ, ഇവന്റെ ഒന്നും കയ്യിൽ 1 രൂപയുടെ റിസർവ് ഫണ്ട് ഇല്ല. അതാത് മാസം എങ്ങനെങ്കിലും ഒപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക, അതെല്ലാം മുങ്ങും. അതാണ് വാറിന്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം. ഇവനെല്ലാം തിരിച്ചു വരും, നിങ്ങളുടെ അടുത്ത് വരും. സാറേ തിരിച്ചു കയറിക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചു. ആ പണി തന്നവനൊക്കെ നിങ്ങളുടെ മുന്നിൽ വരാൻ പോവാ അടുത്ത ആഴ്ചകളിൽ. കാരണം എന്താ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ആരാണ് ഇവിടെ വേട്ടക്കാരനായി മാറുന്നത്? ആരൊക്കെയാണോ ഈ പറഞ്ഞ 3+ മന്ത്സ് അല്ലെങ്കിൽ 6+ മന്ത്സിലുള്ള റിസർവ് കയ്യിലുള്ളവൻ, അവനായിരിക്കും. അപ്പോഴേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഈ ക്രൈസിസ് വരുന്ന സമയത്തെ മാർക്കറ്റ് ഷെയർ ഇടിയുന്നില്ല. ഈ മാർക്കറ്റ് ഷെയർ ഉണ്ടല്ലോ, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കാശ് എങ്ങോട്ടും പോകുന്നില്ല, കാശ് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ കാശിന്റെ ഷെയർ മാറും. ഇത്രയും നാൾ ഈ കാശ് എന്ന് പറയുന്നത് പലരുടെ കയ്യിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്തുണ്ടായി? ആരാണോ സ്റ്റേബിൾ, ആരാണോ പവർഫുൾ, അവന്റെ കയ്യിലേക്ക് ഇത് മൊത്തം വരും. ബാക്കി കുറച്ച് മാത്രമേ ഉള്ളായിരിക്കും പുറത്ത്. ഈ ക്രൈസിസ് വരുമ്പോൾ കാശുകാരൻ കൂടുതൽ കാശുകാരനാവുന്ന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? അവന്റെ കയ്യിൽ റിസർവ് ഫണ്ട് ഉണ്ടെന്നേ. ഈ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? ഒരു ടെൻഷനും ഇല്ല. അവിടെ ചിന്ത മുഴുവൻ എന്താ, എവിടുന്ന് എന്താണ് അടുത്ത എന്ത് കാര്യം ചെയ്താൽ ഇപ്പൊ കാശുണ്ടാക്കാൻ പറ്റും, എന്താണ് ഇപ്പൊ മാർക്കറ്റിൽ ആവശ്യം. ഈ കാശിരിക്കല്ലേ, ആ സാധനം ഇറക്കാം. കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ, സാലറി മറ്റേവരെന്താ ചെയ്യുന്നത്? ഈ മാസം എന്ത് ചെയ്യും സാലറി കൊടുക്കാൻ? സാലറിയോ റെന്റുകാരൻ വിളിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, കടക്കാർ മൊത്തം വിളിച്ചോണ്ടിരിക്കുക. സീ ദ ഡിഫറൻസ്. അവന്റെ ഉള്ളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അവൻ പാനിക്കാണ്. അവന് തീരുമാനം എടുക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവരോ, മംഗലാപുരം എയർപോർട്ടിൽ നമ്മൾ കണ്ടിരുന്നു, ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്നിട്ട് ലാൻഡ് ചെയ്തിട്ട് സ്ലിപ്പായി താഴെ വീണ് പൊട്ടിത്തെറിച്ച് ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ മരിച്ചത് നമ്മൾ കണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? മംഗലാപുരം എയർപോർട്ടിന്റെ പ്രത്യേകത, ഇതിന്റെ പേര് ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന്. ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നായിരുന്നു. ഈ കുന്നിന്റെ മുകൾ വശം കട്ട് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് എയർപോർട്ട് പണിഞ്ഞത്, റൺവേ പണിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ റൺവേയിൽ ഒരു ഫ്ലൈറ്റ് വരുന്നു. ഈ ഫ്ലൈറ്റ് വന്നിട്ട് സപ്പോസ് ഇത് ഇറങ്ങേണ്ട പോയിന്റ് ഇതാണ്, ഇത് ഭൂമിയിൽ ടച്ച് ചെയ്യേണ്ട സ്ഥലം ഇതാ. എന്നിട്ട് ഇതിന്റെ സ്പീഡ് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇത് ഇതിന്റെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകുന്നു. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഈ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ എന്താണ്, ഇതിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിന് പെട്ടെന്ന് ചവിട്ടി നിർത്താൻ പറ്റിയില്ല. അപ്പൊ എന്തുണ്ടായി, ഇത് ഇവിടെ വന്നിട്ട് താഴേക്ക് സ്ലിപ്പായി പോയി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നേ? നമ്മുടെ ബിസിനസ് ശ്രദ്ധിച്ചു, 10 ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്പെൻസ്. ഇത് 3 മാസത്തത് നമ്മളുടെ കയ്യിലുണ്ട് എന്നിരിക്കട്ടെ. എങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് ദാ ഇവിടെ ആയിരിക്കും. അവിടെ ലാൻഡ് ചെയ്യുന്നു, കുഴപ്പമില്ല. 3 മാസം ഓടാനുള്ള എന്തുണ്ട് നമ്മുടെ കൈ? റൺവേ. റൺവേ എത്രയാ? 3. ഈ റൺവേ ഇല്ലാത്തവരുടെ പ്രശ്നം, അല്ലെങ്കിൽ ഈ റിസർവ് ഇല്ലാത്തവരുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് തന്നെ ഇവിടെ ആയിരിക്കും. അതായത് നിങ്ങളുടെ ബിസിനസ് കൂപ്പ് കുത്തുന്ന ഇത് ഇവിടെ ആയിരിക്കും. ദാ കിടക്കുന്നു, ഫസ്റ്റ് മാസം തന്നെ വീഴും. ഈ വരുന്ന ലാഭത്തിന്റെ ഒരു % എല്ലാ മാസവും റിസർവ് ഫണ്ടായിട്ട് മാറ്റിവെക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ ബിസിനസ്സാണ്. ബിസിനസ് എപ്പോഴും ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. ഇങ്ങനെ കയറ്റമിറക്കമായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഇറക്കത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അന്ന് പോയി ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ റിസർവ് ഫണ്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? എന്നെ ശ്രദ്ധിച്ചൊന്ന് കേട്ട്, ഈ റിസർവ് ഫണ്ടിനെ നിങ്ങൾ ഒരു മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. എല്ലാ മാസവും ഒരു എക്സ്പെൻസ് ആയിട്ട്. നമ്മളിപ്പോൾ സാലറി കൊടുക്കുന്നില്ലേ, റെന്റ് കൊടുക്കുന്നില്ലേ, നമ്മൾ ശമ്പളം എടുക്കുന്നില്ലേ, നമ്മൾ എണ്ണ അടിക്കുന്നില്ലേ, നമ്മൾ ഇന്റർനെറ്റിന് കാശ് കൊടുക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് ഇതിനെ കാണണം. എന്നിട്ട് എല്ലാ മാസവും അക്കൗണ്ടന്റിനോട് പറയണം, സാലറി ദിവസം ഈ അക്കൗണ്ടിലേക്കും പൈസ മാറ്റിയേക്കാൻ പറയണം. ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആയിരിക്കണം. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത, ഇതിന് ഓൺലൈൻ ട്രാൻസ്ഫർ ഉണ്ടാവരുത്, ഇതിന് ഡെബിറ്റ് കാർഡ് ഉണ്ടാവരുത്, ഇതിൽ നിന്ന് നമുക്ക് കാശ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റരുത്.
കാരണം എന്താ, നമ്മൾ അറിയാതെ പർച്ചേസിന് മുമ്പ് ഈ കാശ് വലിക്കും. ഇതെടുക്കാൻ പറ്റരുത്. ഈ FDയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഓൺലൈനിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല, അവിടെ നേരിട്ട് ചെല്ലണം. ദുബൈയിൽ താമസിക്കുന്ന ഞാനും മായയും നേരിട്ട് ബാങ്കിൽ ചെന്നെങ്കിലേ ഈ റിസർവ് ഫണ്ടേ തൊടാൻ പറ്റൂ. അതിന്റെ പേരാണ് പേപ്പർ അക്കൗണ്ട്. ആ പേപ്പർ അക്കൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയാ? തൊടരുത്. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ പൈസ എടുത്ത് കളിക്കും. മനസ്സിലാവുന്നോ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മാസവും ഒരു ഇൻവിസിബിൾ ഡയറക്ടർ ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട്, ഒരു ഇൻവിസിബിൾ എക്സ്പെൻസ് ആയി കണ്ടുകൊണ്ട് ഇതിന് വേണ്ട പൈസ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കണം. ഏത് സമയത്ത്? നല്ല കാലത്ത്. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. കേട്ടിട്ടുണ്ടോ? എന്താ അത്? കാശുള്ള വരുന്ന സമയത്ത് 10 തൈ വെച്ചാൽ, ഒരു റിസർവ് ഫണ്ട് മാറ്റി വെച്ചാൽ, ആപത്ത് കാലത്ത് മറ്റവന്മാരെല്ലാം വലിച്ചു മേളോട്ട് നോക്കി ഇരിക്കുന്ന സമയത്ത് നമുക്ക് പൊളിക്കാമെന്ന്. ഈ റിസർവ് ഫണ്ട് ഉള്ളവൻ എന്നും വിളക്ക് കത്തിച്ചിട്ടും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? ദൈവമേ, എവിടുന്നെങ്കിലും ഒരു മിസൈൽ വീഴണേ, എവിടുന്നെങ്കിലും ഒരു കൊറോണ വരണേ, എവിടുന്നെങ്കിലും ഒരു പണി വരണേ. കാരണം എന്താ? ആവശ്യമില്ലാത്തവനെല്ലാം പോവും, എല്ലാം ഇങ്ങോട്ടിഞ്ഞ് വരും. അപ്പൊ ഈ റിസർവ് ഫണ്ട് ഉള്ളത് ഭയങ്കര പവറാണ്. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എന്താ? എന്നിട്ട് അവിടുത്തെ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ അടുത്ത 6 മാസത്തേക്കുള്ള എല്ലാ പേഴ്സണലായിക്കോട്ടെ, ഒഫീഷ്യലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, എല്ലാ ചെലവിനുള്ള 6 മാസത്തെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, റിസർവ് ഫണ്ടായിട്ട് തൊടാതെ വെച്ചിരിക്കുക. എങ്കിൽ നിങ്ങൾ പോയി കസ്റ്റമർ അടുത്ത് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? തനിക്ക് വേണേ എടുത്താൽ മതി, വേണേ എടുത്താൽ മതി എന്നേ. ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്ഫ്രണ്ട് കാശ് തരികയാണെങ്കിൽ സാധനം തരും, ഇല്ലെങ്കിൽ ഇല്ല. എന്താ ഇങ്ങനെ നിന്ന് പറയുന്നേ? ഇങ്ങനെ നിന്ന് ഇയാളുടെ കാശ് കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, ഇല്ലെങ്കിലോ ഇവന്റെ കാശ് കിട്ടിയിട്ട് വേണം നാളെ ക്യാഷിൽ എക്സ്പെൻസ്, ക്യാഷ് ഔട്ട്, സാലറി കൊടുക്കേണ്ടത്, റെന്റ് കൊടുക്കേണ്ടത്, ടെലിഫോൺ ബില്ല് അടയ്ക്കേണ്ടത്, EMI അടയ്ക്കേണ്ടത്. ഇവന്റെ കാശ് കിട്ടിയാലേ പറ്റത്തുള്ളെങ്കിൽ സാറേ ഉള്ളത് മതി സാറേ, സാറ് പറയുന്ന ടേംസ് ഓംബ്ര, സാറ് പറയുന്ന അത്രയും ഡിസ്കൗണ്ട്, സാറ് പറയുന്ന സമയത്ത് പൈസ തന്നാ മതി. ആരങ്ങനെ പോയി നട്ടല് വളച്ച് നിൽക്കുന്നേ? ഇതില്ലാത്തവൻ. ഇതുള്ളവനോ? നല്ല കസ്റ്റമർ മാത്രം മതിയെന്നേ, എനിക്ക് പ്രീമിയം കസ്റ്റമർ മതിയെന്നേ, എന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ സാധനം എടുക്കാൻ പറ്റുന്നോ മാത്രം മേടിച്ചാൽ മതിയെന്നേ എന്ന് പറയും. കാരണം എന്താ? അവന്റെ കയ്യിൽ റിസർവ് പൈസ ഇരിപ്പുണ്ട്. സോ ഇന്നു മുതൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾക്ക് ഈ റിസർവ് ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. ഇന്നു മുതൽ തുടങ്ങിക്കോണം, ഈ നിമിഷം തുടങ്ങിക്കോണം, ഈ ആഴ്ച തുടങ്ങിക്കോണം. ഇതൊരു ഹാബിറ്റാണ്. എല്ലാ ആഴ്ചയിലും നമ്മളുടെ റവന്യൂന്റെ ഒരു 5%, 10% റവന്യൂന്റെ, ലാഭത്തിന്റെ അല്ല, എന്തിന് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വരുമ്പോ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്, എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണ്ടി വരും? നേരെ പോയി F-ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യും. F-ക്യാഷിന്റെ പ്രശ്നം എന്താ? അടുത്ത മാസത്തെ ക്യാഷ് ഔട്ടാണ്. F-ക്യാഷ് അടുത്ത മാസത്തെ ക്യാഷ് ഔട്ടാണെന്ന്. അപ്പൊ എന്തായി? ക്യാഷ് നെഗറ്റീവ് ആകും. ക്യാഷ്, I-ക്യാഷ്, F-ക്യാഷ്. ഇനി I-ക്യാഷിന്റെ അകത്ത് വരുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 20,000 രൂപ ഓണർ എടുത്തു, ഇതൊരു 30,000 രൂപ റിസർവിലേക്ക് വെച്ചു, ഇനിയുണ്ട് 50,000. അതാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടോ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കുറച്ച് സ്റ്റോക്ക് കിട്ടി, പ്രൊഡക്റ്റ് കിട്ടി, അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റോക്കിലേക്ക് മാറ്റുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രോത്ത് ഫണ്ടായിട്ട് മാറ്റാം. ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി ബാക്കി 50%, 50%, 20% ഓണർക്ക്, 30% റിസർവ്. 1,00,000 രൂപ ലാഭം കിട്ടിയപ്പോ 20,000 രൂപ ഓണർക്ക് കൊടുത്തു. അതെന്താണ്? F-ക്യാഷ് ഔട്ട്. 30,000 രൂപ റിസർവ് ഫണ്ടായിട്ട് മാറ്റി. അതെന്താണ്? I-ക്യാഷ്. 50,000 രൂപ ബിസിനസിന്റെ വളർച്ചയ്ക്ക്, അത് സ്റ്റാഫിനെ കൂടുതൽ എടുക്കാനാകാം, ഒരു സിസ്റ്റം മേടിക്കാനാകാം, ഒരു മെഷീനറി മേടിക്കാനാകാം, അതൊരു വണ്ടി എടുക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു റവന്യൂ കൊണ്ടുവരുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാകാം, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം, നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാകാം. അതാണ് I-ക്യാഷ്. ക്യാഷ് എന്താണ്? ബിസിനസിന്റെ ബേസിക് ഓപ്പറേഷനിൽ നിന്ന് വരുന്നതും പോകുന്നതും. അത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്പർ 1 പരിപാടി. അതാണ് മേക്കിംഗ് മണിയിൽ വരുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് I-ക്യാഷിൽ പഠിക്കുന്നത്. I-ക്യാഷിൽ എന്താണ്? 30% റിസർവ് ഫണ്ടായിട്ട് മാറ്റിക്കോണം, 50% ഗ്രോത്തിന് എടുത്തോണം, 20% മസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് പുറത്ത് കൊണ്ടുപോയി നിങ്ങൾ അസറ്റ് മേടിച്ചോണം.
ഇതുണ്ടെങ്കിലുള്ള ഗുണം എന്താ? എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. എഫ് ക്യാഷ് വന്നാലുള്ള കുഴപ്പം എന്താ? എഫ് ക്യാഷ് എടുത്ത് നമ്മൾ ഓപ്പറേഷൻസിലേക്ക് ഇടും. ഓപ്പറേഷൻസിൽ നമ്മൾ ഇത് അറിയാതെ നമ്മുടെ കടം കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ആണ് ഓ ക്യാഷിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റിനെ നമ്മൾ 20% എങ്കിലും നമ്മൾ എഫ് ക്യാഷ് എന്ന് പറയുന്നത് ഓണേഴ്സിന്റെ റിട്ടേൺ ആണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ മനസ്സിലായിക്കൊള്ളണം, ഓണേഴ്സ് ഏതെങ്കിലും സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡിവിഡൻഡ് ആയിട്ടോ റിട്ടേൺ പ്രോഫിറ്റ് ആയിട്ടോ പുറത്തേക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് 20% കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ തന്നെയാണ് ഇത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ തന്നെ മാറ്റണം. ബാക്കിയുള്ള 80%-നകത്ത് നിന്ന് നമ്മൾ 30% ഐ ക്യാഷ് റിസർവ് ഫണ്ട്, ക്യാഷ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഓ ക്യാഷ് എക്സ്പെൻഡിച്ചർ മിനിമം 6 മാസമെങ്കിലും നമ്മൾ റിസർവ് ചെയ്ത് കൊണ്ടുവരണം. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പെൻഡിച്ചർ 10 ലക്ഷമാണെന്നുണ്ടെങ്കിൽ അത് 60 ലക്ഷം, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 60 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് റിസർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഏത് രീതിയിൽ വേണമെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ക്യാഷ് റിസർവ് ഐ ക്യാഷിലോട്ട് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാഷ് റിസർവ് ഫണ്ടിനെ എമർജൻസി ഫണ്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അതിന് ഓൺലൈൻ ആക്സസ് ഉണ്ടാകാൻ പാടില്ല. ഇതിനെ പേപ്പർ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. എനിക്കൊക്കെ അങ്ങനെയാണുള്ളത്. അതായത് ഓണർ സൈൻ ചെയ്ത സാധനം കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാനോ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റത്തുള്ളൂ. അപ്പോൾ ഐ ക്യാഷിൽ നമ്മൾ വെക്കുന്ന ക്യാഷ് റിസർവ് ഫണ്ട് പേപ്പർ അക്കൗണ്ട് ആയിരിക്കണം. അത് മിനിമം ഒരു 30% എങ്കിലും മാറ്റണം. ഇതൊക്കെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ അക്കൗണ്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഇതിന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. നമ്മളെ അക്കൗണ്ടന്റ് പറയുന്ന പോലുള്ള കാര്യമൊന്നും അല്ല ഇത്. സാറ് പഠിപ്പിക്കുന്നത് നമുക്ക് ലീഡേഴ്സിന് ആവശ്യമുള്ള, നമ്മൾ ബിസിനസ് എന്റർപ്രണേഴ്സിന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് സാർ ഇത് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലും ഓ ക്യാഷിന്റെ ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തോ പ്രോഫിറ്റ്, ഈ വീക്കിൽ ഇരുന്നുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മളൊരു മാസം അവസാനം കൊണ്ടുവച്ച് നമ്മൾ ഇതിന്റെ പ്രോഫിറ്റ് നോക്കുന്നതും വീക്കിലി നോക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് സെയിൽസുകാരെ പ്ലാൻ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഐഡിയ കൊടുക്കാൻ പ്ലാൻ ചെയ്യാം, നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ പ്രോഫിറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് സെയിൽ സ്ട്രാറ്റജി എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം വീക്കിലി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഓ ക്യാഷിൽ വരുന്ന സംഭവങ്ങൾ നോക്കുക, വീക്കിലി നോക്കുക. അതിനകത്ത് മന്ത് എൻഡിൽ 100% മന്ത് എൻഡിൽ ഈ ക്യാഷിൻ്റെ കാര്യം നോക്കിയിട്ട് നേരെ 20% ഓണേഴ്സ് ഡിവിഡൻ്റ് ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് മാറ്റി ഇടുക. ബാക്കി 30% നമ്മുടെ ക്യാഷ് റിസർവ് ഫണ്ട് ആക്കുക. അത് വേറൊരു കാര്യം കൊണ്ട്, ഈ ക്യാഷ് റിസർവ് ഫണ്ട് നമുക്ക് 6 മാസത്തേക്കുള്ളതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഇതേപോലെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റിസർവ് ചെയ്യണമെങ്കിൽ റിസർവ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കയ്യിൽ മുമ്പിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്കെങ്കിലും 10 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ 60 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് റിസർവ് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ കയ്യിൽ എപ്പോഴും 3 നമ്പേഴ്സ് വേണം. ഇന്ന് ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടന്റിനോട് പറയാം, എനിക്ക് നാളെ രാവിലെ എനിക്ക് ഈ 3 കാര്യങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യമാണ് ക്യാഷ് ഇൻ ഹാൻഡ്. എവറി ഡേ 9 മണിയാകുമ്പോൾ നമുക്കൊരു റിപ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടണം. ആ റിപ്പോർട്ടിൽ പറയേണ്ടത് ഒന്ന്, ഇന്ന് ഈ നിമിഷം എത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് രാവിലെ നമുക്ക് കിട്ടേണ്ട റിപ്പോർട്ടിൽ ഒന്ന്, ക്യാഷ് ഇൻ ഹാൻഡ്. അത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ പല അക്കൗണ്ടിൽ നമ്മുടെ കൺട്രോളിൽ കിടക്കുന്ന ക്യാഷ് എത്രയുണ്ട്. രണ്ടാമത് നമ്മൾ അറിയേണ്ട കാര്യമാണ്, അടുത്ത 7 ദിവസം നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. 7 days പേയബിൾ. അടുത്ത 7 ദിവസം നമ്മൾ ആർക്കൊക്കെ കാശ് കൊടുക്കാനുണ്ട് എന്ന ലിസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ വേണം. 10-ാം തീയതി ആണെങ്കിൽ 17-ാം തീയതി വരെ നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കാനുള്ള അത് വെൻഡേഴ്സിന് കൊടുക്കാൻ കാണും, അത് റെന്റ് കൊടുക്കാൻ കാണും, അത് ടാക്സ് കൊടുക്കാൻ കാണും, അത് ചിലപ്പം സാലറി കൊടുക്കാൻ കാണും, അത് ചിലപ്പോൾ EMI അടയ്ക്കാൻ കാണും. എന്തൊക്കെ അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അടുത്ത 7 ദിവസം ഞാൻ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു ലിസ്റ്റും കൂടെ വേണം, അടുത്ത 14 ദിവസം എനിക്കാരൊക്കെ കാശ് തരാനുണ്ട്, എവിടുന്നൊക്കെ കാശ് കിട്ടാനുണ്ട്. അടുത്ത 14 ദിവസം, 7 ദിവസം കൊടുക്കാനുള്ളതും 14 ദിവസം കിട്ടാനുള്ളതും. എന്തിനാ? ഈ 7 ദിവസത്തെ കിട്ടാനുള്ളതും 7 ദിവസത്തെ കൊടുക്കാനുള്ളതുമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരുത്തനൊന്ന് ചവിട്ടിയാൽ നമ്മളുടെ കണക്കുകൂട്ടൽ തെറ്റും.
അതുകൊണ്ടാണ് പറഞ്ഞ 14 ദിവസത്തെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു എ എന്ന് പറയുന്ന കമ്പനി നമുക്ക് നാലാം തീയതി 4-ാമത്തെ ദിവസം നമുക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട്. പക്ഷേ ഇവർ 3-ാം തീയതി നമ്മളെ വിളിച്ചിട്ട് പറയാണ്, അപ്പൊ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാനുള്ളവരുടെ പൈസ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്, പക്ഷെ ഇവൻ 2-ാം തീയതി പറയാണ് 4-ാം തീയതിയിലത്തെ ചെക്കേ ഇപ്പൊ ഇടണ്ട, 10-ാം തീയതി ഇട്ടാ മതി എന്ന് പറയാം. മൊത്തം കണക്കുകൂട്ടൽ തെറ്റി. അതേസമയം 14 ദിവസത്തെ റിസീവബിൾ കണക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു കസ്റ്റമർ അതിൻ്റെ അകത്തുണ്ട്. അയാളെ വിളിച്ചിട്ട് ഇക്ക ആ പൈസ ഒന്ന് നേരത്തെ ഇട്ടേക്കണം, നമ്മുടെ ഡേറ്റ് 9-ാം തീയതി വരുന്നത്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് നേരത്തെ ഒന്ന് റിലീസ് ചെയ്തേക്കാവോ? പറയാം, അയ്യോ അത് 2 ലക്ഷം ഇട്ടാ മതി, 2 ഇട്ടാ മതി, മറ്റേത് 9-ാം തീയതി തന്നാൽ മതി, മൊത്തം 9 ആണല്ലോ തരാനുള്ളത്, 9-ാം തീയതി തന്നാൽ മതി, 2 എനിക്കിപ്പോ ഒന്ന് റിലീസ് ചെയ്ത്. അതിനെന്താ കുഴപ്പമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ, അക്കൗണ്ട്സിൽ നിന്ന് മേടിച്ചു. എന്റെ ഗുണം എന്താ? 14 ദിവസത്തെ കണക്ക് കയ്യിലുണ്ടെങ്കിൽ 7 ദിവസത്തെ കമ്മിറ്റ്മെന്റ് നമുക്ക് പാലിക്കാൻ പറ്റും. 3 കണക്ക് നമ്മുടെ കയ്യിൽ വേണം. 1 ക്യാഷ് ഇൻ ഹാൻഡ്, 2 7 ദിവസത്തെ പേയബിൾ എമൗണ്ട്, 2 14 ദിവസത്തെ റിസീവബിൾ എമൗണ്ട്. വളരെ കൂളായിരിക്കും. അപ്പം നമ്മൾ കൊടുക്കാനുള്ളതിന്റെ തലേന്നല്ല കിട്ടാനുള്ള കാശ് തിരക്കി നടക്കുന്നത്, അതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചിലർക്ക് നമ്മൾ ഇപ്പം 14-ാമത്തെ ദിവസമാണ് കിട്ടാനുള്ളത്, അവനെ വിളിച്ചിട്ട് പറയാണ് മൊത്തം തരാനുള്ളത് 13,000 രൂപയാണ്, ഇന്ന് കാശ് തരാമെങ്കിൽ 12 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ 10 രൂപ തന്നാൽ മതി, 3,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്, 10 രൂപ തന്നാൽ മതി. സെയിൽസുകാരൻ വിളിച്ച് പറയാം, അവൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ മോനെ 12,000 രൂപയാണ് അവിടുന്ന് കിട്ടാനുള്ളത്. ഓക്കെ, അവരെ വിളിച്ച് പറഞ്ഞു 10,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. 30 ദിവസമാണ് ക്രെഡിറ്റ്, അതില്ല, പെട്ടെന്ന് കാശ് വേണം. ഓക്കെ, അതുകൊണ്ട് 10,000 രൂപ തന്നാൽ മതി എന്ന് പറയാം. നിനക്ക് ഞാൻ ഒരു 500 രൂപ തന്നേക്കാം, അത് മേടിച്ചുകൊണ്ട് വരാക്കി. നിനക്ക് ഒരു കാര്യം അറിയോ? 30 ദിവസം കഴിഞ്ഞ് കിട്ടാനുള്ള 12,000-നേക്കാൾ നല്ലത് ഇന്ന് കിട്ടുന്ന 9,500. കാരണം ക്യാഷ് ഈസ് പവർ, ക്യാഷ് ഈസ് കിങ്. 500 രൂപ അവനും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് 1000 രൂപ തരാനുള്ളവനും കുറച്ച് കൊടുത്ത് 1000 രൂപ ഈ കളക്ട് ചെയ്യാനുള്ളവനും കൂടെ ഒന്ന് ഇൻസെന്റീവ് കൊടുത്ത് അവിടെ കാശ് വരും, ടേബിളെ കാശ് വരും. കാശ് വെച്ചോണ്ടിരിക്കുന്ന ബിസിനസ്സുകാരനെ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ ഭയങ്കര പവർഫുൾ ആയിരിക്കും. കാശില്ലാത്ത സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ ഭയങ്കര പതറ്റിക് ആയിരിക്കും. ഓ ക്യാഷ്. അപ്പം ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്താണെന്നാ പഠിച്ചേ? ഓ ക്യാഷ് എന്താണ്? ഓ ക്യാഷ് ഇൻ മൈനസ് ഓ ക്യാഷ് ഔട്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇൻ കുറഞ്ഞു, ഔട്ട് അതുപോലെ തന്നെ നിൽക്കുന്നു. ദുബൈയിൽ ഒരു ബിസിനസിന്റെ കാര്യം പറയാം. 100,000 ഒരു ഇവർക്ക് എക്സ്പെൻസ് ആയിട്ട് നിൽക്കുന്നത് ഒരു 500,000 AED ആണ് എന്നിരിക്കട്ടെ. 500,000, 5 ലക്ഷം ദിർഹംസ് ചെലവുണ്ട് ഇവർക്ക് ഫിക്സഡ് ആയിട്ട്. പക്ഷെ ഇവരുടെ ഇൻകം ഇവർക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്നത് 600,000 ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് നേരെ 300,000 ആയിട്ടോ 1 ലക്ഷം ദിർഹംസ് ആയിട്ട് കുറഞ്ഞു. വിച്ച് മീൻസ് കയ്യിൽ നിന്ന് 4 ലക്ഷം ദിർഹംസ് വെച്ച് പോയിക്കൊണ്ടേയിരിക്കുക. 4 ലക്ഷം രൂപ ദിർഹംസ് എന്ന് പറയുമ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിലായി. ഞാൻ റിയൽ കണക്കാണേ പറയുന്നത്, റിയൽ കണക്ക്. ഇവിടെ ഇപ്പൊ നമുക്ക് 2 ഓപ്ഷനാണ്. ഈ ക്രൈസിസ് സമയത്ത് 2 ഓപ്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ഓ ക്യാഷ് ഇൻ കൂട്ടുക, വരവ് കൂട്ടുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ചെലവ് ചുരുക്കുക, എക്സ്പെൻസ് കുറയ്ക്കുക. എക്സ്പെൻസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളിലാണ് നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നത്. ഇതാണ് വാർ ടൈം സ്ട്രാറ്റജി. ഇനിയാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നത്. വാർ ടൈമിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ക്യാഷ് ഇൻ കൂട്ടുക, 2 ക്യാഷ് ഔട്ട് കുറയ്ക്കുക. അതായത് വരുമാനം കൂട്ടുക, ചെലവ് കുറയ്ക്കുക. ചെലവ് കുറയ്ക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ചെലവ് കുറയ്ക്കാൻ 3 മാർഗങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്നാമത്തത് നമ്മുടെ മേജർ ചെലവെന്ന് പറയുന്നത് 1 സാലറിയാണ്, 2 റെന്റാണ്, 3 നമ്മളുടെ വെൻഡേഴ്സ് ആണ്, സപ്ലൈസ്. 3 ഫിക്സഡ് എക്സ്പെൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. 1 സാലറി, 2 റെന്റ്, 3 നമ്മുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ. അപ്പോ ഈ 3ലും നമുക്ക് ചെലവ് കുറയ്ക്കണം. അതിൽ ഒന്നാമത്തത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ദുഷ്ടത്തരമല്ലേ എന്ന്. നമ്മൾ മുമ്പേ പഠിച്ചില്ലേ? ഒന്ന് നേരെ ഇരുന്നേ. ഇൻഹെയിൽ, എക്സെയിൽ. ശ്വാസം എടുത്തേ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അകത്തേക്ക് എടുക്കാനൊന്നുമില്ല, മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടുന്നില്ല. അപ്പോഴും നമ്മളുടെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം. എത്ര നാൾ, എത്ര ദിവസം, എത്ര മാസം? അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രൈസിസിന് മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന സാലറി ഒരാൾക്കും ഇനി കൊടുക്കാൻ പാടില്ല, ക്രൈസിസ് മാറുന്നിടം വരെ.
ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇരിക്കുന്ന എംപ്ലോയീസിനെ ചിലപ്പോൾ ചൊറിഞ്ഞു വരും, ഇപ്പം ചിലപ്പോൾ ചാറ്റി വന്ന് ചീത്ത വിളിക്കും. പക്ഷേ ഇതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്തേ പറ്റൂ? ഡ്യൂറിങ് ക്രൈസിസ് എല്ലാ ചെലവും കുറയ്ക്കണം. നമ്മളുടെ ആവശ്യമില്ലാത്ത ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ആവശ്യമില്ലാത്ത സ്പെൻഡിങ്, ഇതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ മേജർ എക്സ്പെൻസ് ആയിട്ടുള്ള, ഏറ്റവും വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള സാലറി കട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരുടെയും സാലറി ഒരുപോലെ കട്ട് ചെയ്യരുത്. നമ്മുടെ എംപ്ലോയീസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കണം. 1 എ പ്ലേയേഴ്സ്, 2 ബി പ്ലേയേഴ്സ്, 3 സി പ്ലേയേഴ്സ്. എ ബി സി എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. കാരണം നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമുള്ളതാണ് എ പ്ലേയേഴ്സ്. ഇവരെ കൂടുതൽ വെറുപ്പിക്കരുത്. ഇവർക്കായിരിക്കണം ഏറ്റവും ആദ്യം ശമ്പളം കൊടുക്കുന്നത്. ഇവരായിരിക്കും. കാരണം ഇവര് നല്ല സ്കില്ലുള്ളവരാ, കഴിവുള്ളവരാ. ഇവരിങ്ങനെ നോക്കുകയാണ്, ഒരു ക്രൈസിസ് വന്ന സമയത്ത് ഇയാൾ എൻ്റെ ശമ്പളം തരുന്നില്ല, ഇയാൾ എനിക്ക് വേണ്ടതൊന്നും ചെയ്യുന്നില്ല, ഇവനെ പൊക്കിക്കൊണ്ട് പോകാൻ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, റിസർവ് ഫണ്ട് ഉള്ള ഇഷ്ടം പോലെ കമ്പനികൾ കാത്തിരിക്കുക ഇവനെ പൊക്കാൻ. ഇവനും നോക്കിക്കൊണ്ടിരിക്കുക. ഈ ക്രൈസിസ് സമയത്തും കൃത്യമായി ശമ്പളം കൊടുത്ത ഏതൊക്കെ കമ്പനികളുണ്ട് അവിടേക്ക് ഇവൻ റെസ്യൂം അയക്കും, ഈ ക്രൈസിസ് തീർന്നാൽ ഉടനെ, അല്ലെങ്കിൽ ഈ ക്രൈസിസിന്റെ ഇടയ്ക്ക് തന്നെ. അതുകൊണ്ട് എ പ്ലേയേഴ്സിനെയും ബിയെയും സിയെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. ഇവരാണ് നമ്മളുടെ റവന്യൂ ജനറേറ്റേഴ്സ്. ഇവർ കാരണമാണ് നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പേ ദം ഫസ്റ്റ്. ആദ്യം അവർക്ക് സാലറി കൊടുക്കുക. ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഇപ്പം 10,000 ദിർഹംസ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, 1 ലക്ഷം രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു 60 to 70,000, 60 തൊട്ട് 70% വരെ ബേസ് സാലറി കൊടുക്കുക. ബാക്കി എഗൻസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ എഗൻസ്റ്റ് കളക്ഷൻ ആക്കി മാറ്റുക. ഓക്കെ, അപ്പം അവർക്കും അറിയാം ഇത് ക്രൈസിസ് ആണ്, പൈസ വരുന്നില്ല. എന്നാലും അവരുടെ ഈ 60 to 70% എന്ന് പറയുന്നത് അവന്റെ ഫാമിലി ഇവിടെ കാണും, അവന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, അവന് റെന്റ് കൊടുക്കണം, അവന് EMI കാണും. ഇതൊക്കെ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ 60 to 70% സാലറി അവന് കൊടുക്കുന്നു ബേസ് ആയിട്ട്. ബാക്കി 30% എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എഗൻസ്റ്റ് അവന്റെ പെർഫോമൻസ്. ഈ വാർ ടൈമിൽ അവൻ കൂടുതൽ റവന്യൂ കൊണ്ടുവരികയാണെങ്കിൽ, കൂടുതൽ ക്യാഷ് കളക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അവന് ഫുൾ സാലറി. ക്ലിയർ? 2 ബിയുടെ പ്രത്യേകത, ഇവര് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആളുകളല്ല. അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരെ നമുക്ക് 50% സാലറിയിലേക്ക് കട്ട് ചെയ്യാൻ പറ്റണം. മറ്റേ 60 to 70 ആണെങ്കിൽ ഇവര് 40 to 50% സാലറി കട്ട് ചെയ്യാം. എന്നിട്ട് ഇവരെ മൾട്ടിപ്പിൾ റോൾസിലേക്ക് ഇടണം. മൂന്നാമത്തുണ്ട് സി ടൈപ്പ് എംപ്ലോയീസ്. ഇവര് നമ്മളുടെ ബിസിനസിന്റെ അകത്ത് നോൺ എസെൻഷ്യൽ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവരെ എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ലോങ് ടൈം ലീവ് കൊടുക്കുക. ഇവരോട് പറയാം, ഓക്കെ ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയിക്കോ, പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, വിസയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. ഈ പറയുന്ന ഒരു കാര്യം, ഇത് സൗദി നടക്കത്തില്ല, UAE നടക്കത്തില്ല, ഇങ്ങനൊന്നും പറയല്ലേ. ഇതൊക്കെ ഡെയിലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ ഇത് അവരോട് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്, നമ്മളും അവരും അവരുടെ കൺസെന്റ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നത്. നമ്മൾ ലീഡറാണ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ട സമയമാണ്. ഇറ്റ്സ് പോസിബിൾ. അവന്റെ കൺസെന്റ് മാത്രം കിട്ടിയാൽ മതി. അല്ലാതെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്നാണ് ഈ പറയുന്നത്. ഈ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നു എംപ്ലോയി ആണ്. അല്ലാതെ ഒരു ബിസിനസ് ഓണർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവൻ പല വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ക്രൈസിസ് മാറട്ടെ, മാറുന്ന സമയത്ത് ഇതെല്ലാം ബാക്ക് ടു ബേസിക്കും വരികയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഷെയറും തരും, ഇത്ര നാളത്തേക്ക്. സ്റ്റേ വിത്ത് അസ്. അങ്ങനെ പറയുന്നത്, അല്ലാതെ വെറുതെ കട്ട് ചെയ്യുമെന്നല്ല പറയുന്നത്. ഈ ക്രൈസിസ് മാറുമ്പോ, ലാഭം വരുമ്പോ അതിന്റെ ഷെയർ ഇത്ര വർഷത്തേക്ക് അല്ലെ ഇത്ര മാസത്തേക്ക് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി സി ടൈപ്പിന്റെ അടുത്ത് പറയാണ്, ഇപ്പം നമ്മുടെ ആനുവൽ ലീവ് ഉണ്ടല്ലോ, സാധാരണ അത് നമ്മൾ എടുക്കുന്നത് ഓണത്തിനായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ഈ മാസം നമ്മൾ ആ ആനുവൽ ലീവ് തരികയാണ്, നിങ്ങൾ പോയിക്കോന്നേ, പെയ്ഡ് ലീവ്. അപ്പൊ എന്താ, ആ സാലറി മാത്രം ബേസ് മാത്രം കൊടുത്താൽ പോരെ, ബാക്കി എക്സ്പെൻസ് വരുന്നില്ലല്ലോ. ക്രൈസിസ് സമയത്ത് ഓരോ ദിർഹംസും ഓരോ റിയാലും നമ്മളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. എംപ്ലോയീസിനെ 3 ലിസ്റ്റ് ആക്കണം, A B C. എ വിളിച്ചിരുത്തിയിട്ട് പറയണം. അന്ന് ഒരു കാര്യം ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ട്, ഈ എയെ കൂടിരുത്തിക്കൊണ്ട് ആദ്യം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അവരെയും കൂടെ കൂടിരുത്തിക്കൊണ്ട് വേണം ഇവരുടെ തീരുമാനം എടുക്കാൻ. അപ്പൊ എന്തായാലും ഉണ്ടായി, ഇവര് ലീഡറായിട്ട് മാറും.
ഡിസിഷൻ എടുക്കുന്ന കൂട്ടത്തിൽ ഇവരും കൂടെ വരും. അവർ നമ്മുടെ കൂടെ ആവും, നമ്മളുടെ കൂടെ നിൽക്കും. അവരെ ഒന്നിച്ചിരുത്തി അല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, കാറ്റഗറൈസ് ചെയ്യുക, അവരോട് ഇരുന്നിക്കുക, സംസാരിക്കുക, ക്ലിയർ ചെയ്ത് വിടുക. ചെയ്തേ പറ്റൂ. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ലെറ്റ്സ് സേ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ 3 മാസത്തെ റിസർവ് ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് 30 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഈ 10 ലക്ഷം രൂപയാണ് മന്ത്ലി എക്സ്പെൻസ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ എക്സ്പെൻസ് നമ്മൾ കട്ട് ചെയ്യുക. 2 ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് കട്ട് ചെയ്യുന്നു, നമുക്കൊന്ന് മതി. നമ്മുടെ ഈ പറഞ്ഞ സാലറി നമ്മൾ കട്ട് ചെയ്യുന്നു. 2 നമ്മൾ മുമ്പേ പറഞ്ഞു റെന്റ്, ലാൻഡ് ലോഡിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഇത്ര വർഷമായിട്ട് നിങ്ങളുടെ ഇവിടെ നമ്മുടെ കമ്പനി കട പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ ദാണ്ടെ വെള്ളം പൊങ്ങി, യുദ്ധം നടക്കുന്നു, എനിക്ക് ഈ 2 മാസത്തേക്ക് എനിക്കൊന്ന് റെന്റ് ഒന്ന് കുറച്ച് തരണം. അപ്പൊ ചിലർ സമ്മതിക്കും, മിക്കവരും നല്ല മനുഷ്യരാണ്, അവർ സമ്മതിക്കും. നിങ്ങൾ ചോദിച്ചാൽ മതി. അനുഭവസ്ഥന പറയുന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് തന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുക മാത്രമേ ചെയ്തോളൂ. അപ്പോഴേ അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അനിൽ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, വി ആർ വിത്ത് യു, വി ആർ വിത്ത് യു എന്നാ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചാൽ നടക്കും. അങ്ങനെ പലയിടത്തും നമ്മൾ ഈ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നുള്ള എക്സ്പെൻസ് 5 ലക്ഷം രൂപയായിട്ട് കുറച്ചു എന്നിരിക്കട്ടെ. നമ്മുടെ എക്സ്പെൻസ് സാലറി പാർട്ടും കട്ട് ചെയ്തു, നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കട്ട് ചെയ്തു. നമ്മൾ ചിലർക്ക് ഹൈബ്രിഡ് ആയിട്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ശ്രദ്ധിച്ചിട്ട് നമ്മൾ പറയാണ്, ഈ ബി പ്ലേയേഴ്സിന്റെ അടുത്ത് പറയാണ്, ഓക്കെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ സൈറ്റിൽ വർക്ക് കുറവാണ്, വർക്ക് ഇല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തിങ്കളാഴ്ച നീ വരിക, ചൊവ്വാഴ്ച നീ വരണ്ട, നീ വന്നാൽ മതി, ബുധനാഴ്ച നീ പോരെ, വ്യാഴാഴ്ച നീ വരണം. അപ്പൊ എന്തായി? 15 ദിവസത്തെ ഓൾട്ടർനേറ്റ് വർക്ക്. 30 ഇവിടെ ഉണ്ട്, സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ 15 ദിവസം വർക്ക് ചെയ്താൽ മതി, 15 ദിവസത്തെ ശമ്പളമേ തരത്തുള്ളൂ. 2 മാസത്തേക്ക് അല്ല, ഈ ഒരു മാസത്തേക്ക് 15 ദിവസം വർക്ക് ചെയ്താൽ മതി, അത്രയും ദിവസത്തെ ശമ്പളം തരാം. അവരൊക്കെ ആവുന്നേ, അവർക്കറിയാവുന്ന ഇതൊക്കെ. നിങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുകയും പറയേണ്ട രീതിയിൽ പറയുകയും ചെയ്താൽ അവർ കൺസെന്റ് തരുമെന്ന്, അവർ തയ്യാറാവുമെന്നേ. 15 ദിവസം വർക്കിംഗ്, 15 ദിവസം ഓഫ്. ആ ഓഫ് ദിവസം മറ്റേ ടീം വർക്ക് ചെയ്യും. ഇതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടെന്നേ. 1-2 രൂപയുടെ ബിസിനസ് അല്ല, മില്യൺസിന്റെ ബിസിനസ് ചെയ്യുന്ന 10ഉം 200ഉം സ്റ്റാഫ് ഉള്ളവർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. 15 ദിവസം ഓഫ്, 15 ദിവസം വർക്കിംഗ്. അങ്ങനെ ഇത് കുറയുമ്പോൾ ഉള്ള ഗുണം, ഇത് 5 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞു എന്നിരുന്നോട്ടെ, 30 ലക്ഷം രൂപ കയ്യിലുണ്ട്. 30 ലക്ഷം ഡിവൈഡഡ് ബൈ 5 എന്തായി? 6 മാസത്തേക്കുള്ള റൺവേ റിസർവ് ഫണ്ടായിട്ട് മാറി ഈ 30 ലക്ഷം രൂപ. എക്സ്പെൻസ് കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ 3 മാസത്തതേ ഉള്ളൂ. ഇപ്പൊ എക്സ്പെൻസ് നമ്മൾ പകുതിയായി കുറച്ചത് കൊണ്ട് എന്തുണ്ടായി? 6 മാസത്തെ റിസർവ് ഫണ്ട് ഉണ്ടായി. ഇപ്പൊ എന്തായി? കൂടുതൽ പവർഫുൾ ആയി. സോ യു ഹാവ് ടു റീസ്ട്രക്ചർ സാലറി മോഡൽ ഡ്യൂറിങ് ക്രൈസിസ്. ചെയ്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. എ പ്ലേയേഴ്സിന് റെഡ്യൂസ് ഇറ്റ് ടു 50 to 70%. അവർക്ക് അത് കൃത്യം കൊടുക്കണം. കാരണം അത് ആ കമ്മിറ്റഡ് ഡേറ്റിൽ തന്നെ എ പ്ലേയേഴ്സിന് കൊടുക്കണം. അപ്പോഴേ അവർക്ക് നമ്മളോട് ലോയൽറ്റി ഉണ്ടാവത്തുള്ളൂ. അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തണം, അവരെ നമ്മുടെ കൂടെ അലൈൻഡ് ആയിട്ട് നിർത്തണം. ബി പ്ലേയേഴ്സിന് 40 to 50% ആയിട്ട് കുറയ്ക്കണം. എന്നിട്ട് മൾട്ടിപ്പിൾ റോളിലേക്ക്, ഇന്ന് വരെ അവൻ ചെയ്തുകൊണ്ടിരുന്നത് കടയിൽ കണക്ക് മാത്രമായിരുന്നു നോക്കുന്നത്, ഇന്ന് തൊട്ട് നമ്മൾ കളക്ഷൻസും കൂടെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റോറിന്റെ ചുമതലയും കൂടെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് തൊട്ട് മൾട്ടിപ്പിൾ ഡേറ്റ എൻട്രിയും കൂടെ ഏൽപ്പിക്കുകയാണ്. സി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന പല ജോലിയും ബി ടൈപ്പിനെ ഏൽപ്പിക്കുകയാണ്. മൾട്ടിപ്പിൾ റോൾസിലേക്ക് ബി ടൈപ്പിനെ കൊണ്ടുപോകാം. സി ടൈപ്പിന് മസ്റ്റ് ആയിട്ട് ലോങ് ലീവ് കൊടുക്കുക, അല്ലെങ്കിൽ ടെമ്പററി എക്സിറ്റ് അടിച്ചേക്കുക. സി ടൈപ്പ് നമുക്ക് ബേർഡനാണ്, നമുക്ക് ബാധ്യതയാണ്. അവരെ ഈ സമയത്ത് ഒഴിവാക്കണം. ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങൾ ഉൾപ്പെടെ ഒരാൾക്കും ഫുൾ പെയ്ഡ് സാലറി ഉണ്ടാവാൻ പാടില്ല അൺലെസ് ദേ ബ്രിങ് ഇൻ മണി. കാശ് കൊണ്ടുവരികയാണെങ്കിൽ ഫുൾ സാലറി. ക്യാഷ് കളക്ട് ചെയ്ത്, സെയിൽസ് അല്ല ഈ സമയത്ത്, ബില്ലിംഗ് അല്ല വേണ്ടത്. ക്രൈസിസ് സമയത്ത് ഏറ്റവും വലിയ ഗുണം എന്താ? കാശ് വെയ് സാധനം തരാം. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ക്രൈസിസ്. കാരണം എന്താ? സാധനം ഇല്ല, സ്റ്റോക്ക് ഇല്ല. ഇന്നലെ ഒരാൾ പറഞ്ഞ പോലെ കടയിൽ ആകെ, പ്രതീക്ഷ പറഞ്ഞ് ആകെ 100 പീസേ ഉള്ളൂ. 100 പീസ് മേടിക്കാൻ 200 പേര് ക്യൂ നിൽക്കുക. അവിടെ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുന്നു? 2 എണ്ണം എടുത്താൽ 3 എണ്ണം ഫ്രീ എന്ന ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാശ് വെച്ചിട്ട് വേണേ മേടിച്ചുകൊണ്ട് കൊടുക്കുക. നമ്മൾ ചോദിക്കുന്നതാ പൈസ. അങ്ങനെ കാശ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് മാത്രം ഫുൾ സാലറി. ക്യാഷ് കളക്ഷൻ അഗൻസ്റ്റ് സാലറി ആക്കുക.
ബാക്കി ബേസ് 60% ആയിട്ട് കട്ട് ചെയ്യുക. എ പ്ലേയേഴ്സ് 40 to 50% ആക്കുക. ബി പ്ലേയേഴ്സ്, സി പ്ലേയേഴ്സിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. ഇത് ചെയ്തേ പറ്റൂ. എല്ലാ ക്യാഷ് കളക്ഷനും 2 to 5% ഇൻസെന്റീവ് കൊടുത്തേക്കുക. കിട്ടാനുള്ളവരുടെ കാശിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ടീമിന്റെ കൈ കൊടുത്തിട്ട് ആരാണോ ഇത് മേടിച്ചോണ്ട് വരുന്നത് അവർക്ക് ഇതിന്റെ 2% കമ്മീഷൻ അല്ലെ 5% ഇൻസെന്റീവ് പോയി മേടിച്ചോണ്ടോ. അവൻ പോയി കുത്തിയിരുന്ന് മേടിച്ചോണ്ട് വരുമെന്നേ. സോ ഒന്ന് സാലറി നെഗോഷിയേറ്റ് ചെയ്യണം, 2 ഓഫീസ് റെന്റ് റീനെഗോഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വലിയ ഓഫീസ് ആണെങ്കിൽ, വലിയ ഷോറൂം ആണെങ്കിൽ ചെറിയ സ്പേസിലേക്ക് മാറേണ്ട സമയമാണിത്. അല്ലെ ഷെയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസിലേക്ക് മാറണം, അല്ലെങ്കിൽ നമ്മളൊരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറണം. അതുപോലെ നിങ്ങളുടെ വെൻഡേഴ്സിന്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കണം. അവിടെ നിങ്ങൾ പേയ്മെന്റ് സ്ട്രക്ചർ മാറ്റാനായിട്ട് ആവശ്യപ്പെടണം. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്, തന്നേ പറ്റൂ എന്ന രീതിയിലേക്ക് മാറ്റണം. സോ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഓ ക്യാഷ് ഔട്ടിൽ നിങ്ങളൊരു 72 hour റൂൾ കൊണ്ടുവരണം. 72 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യത്തെ 24 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതാണ്. നിങ്ങളുടെ എക്സ്പെൻസ് മുഴുവൻ ഒന്നിച്ചൊരു ലിസ്റ്റ് ആക്കുക. ലിസ്റ്റ് ഔട്ട് ഓൾ യുവർ എക്സ്പെൻസ്. മൊത്തം ചെലവ്, നിങ്ങളുടെ ഒരു മാസത്തെ മൊത്തം ചെലവ് എഴുതി വെക്കുക. ഇതിനെ 3 കാറ്റഗറൈസ് ചെയ്യുക. 1 ക്രിറ്റിക്കൽ, 2 ഇമ്പോർട്ടന്റ്, 3 യൂസ്ലെസ്. 1 ക്രിറ്റിക്കൽ, 2 ഇമ്പോർട്ടന്റ്, 3 യൂസ്ലെസ്. ഇതാണ് നാളെ രാത്രി 8 മണിക്ക് മുന്നേ അല്ലെങ്കിൽ നാട്ടിലെ 10 മണിക്ക് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് 24 hours ചെയ്യേണ്ട കാര്യം, മുഴുവൻ എക്സ്പെൻസുകളും എഴുതുക. അതിനെ 3 കാറ്റഗറി ആക്കുക. 1 ക്രിറ്റിക്കൽ എക്സ്പെൻസ്, അത് കൂടിയേ തീരൂ, കാരണം അത് മേജർ നമ്മളുടെ റവന്യൂവിനെ ബാധിക്കുന്ന അല്ലെ ഓപ്പറേഷൻസിനെ ബാധിക്കുന്നതാണ് ക്രിറ്റിക്കൽ എക്സ്പെൻസ്. 2 ഇമ്പോർട്ടന്റ്, ഓക്കെ ഇത് വേണം. 3 യൂസ്ലെസ്. ഡേ 2 അടുത്ത 48 മണിക്കൂർ, മറ്റന്നാൾ രാത്രിക്ക് മുന്നേ 48 hours രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യം 100% യൂസ്ലെസ് കട്ട് ചെയ്തേക്കുക. കട്ട് 100% യൂസ്ലെസ് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നോ, അതൊരു സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത മന്ത്ലി എക്സ്പെൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആവശ്യമില്ലാത്ത സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കട്ട് ചെയ്തേക്കുക. എല്ലാം ഈ മാസം അവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് മേടിക്കാറുണ്ട്. ഈ മാസം ആരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല. യൂസ്ലെസ് കട്ട് ചെയ്തേക്കുക. ഒരു പരിപാടിയില്ല. 100% അത് കട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ലിസ്റ്റിന്റെ അകത്തുനിന്ന് എങ്ങനെയും ചവിട്ടി 50% കട്ട് ചെയ്യുക. യൂസ്ലെസ് 100% കട്ട് ചെയ്തു, ഇമ്പോർട്ടന്റ് 50% കട്ട് ചെയ്തു. അതാണ് ഡേ 2. ഒന്നാമത്തെ ദിവസം എക്സ്പെൻസ് എല്ലാം എഴുതി. രണ്ടാമത്തെ അതിനെ 3 കാറ്റഗറി ആക്കി, ക്രിറ്റിക്കൽ, ഇമ്പോർട്ടന്റ്, യൂസ്ലെസ്. രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്യാണ്. 100% യൂസ്ലെസ്സും കട്ട് ചെയ്തു, 50% ഇമ്പോർട്ടന്റും കട്ട് ചെയ്തു. ഇനി കംസ് തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ 72 hours ചെയ്യേണ്ടത് നമ്മളുടെ ക്രിറ്റിക്കൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, ഇതെടുത്ത് വെക്കുക. ഇവിടെ റീനെഗോഷിയേറ്റ് ചെയ്യുക. ഇതിലാണ് സാലറിയും റെന്റും അതുപോലെ തന്നെ വെൻഡേഴ്സുമായിട്ടുള്ള റീനെഗോസിയേഷൻ. അത് മൂന്നാമത്തെ ദിവസം ക്രിറ്റിക്കൽ എക്സ്പെൻസ്. അപ്പോ ഡേ 1 ഒന്നാമത്തെ ദിവസം എക്സ്പെൻസ് മുഴുവൻ ലിസ്റ്റ് ചെയ്ത് 3 കാറ്റഗറി ആക്കി, ക്രിറ്റിക്കൽ, ഇമ്പോർട്ടന്റ്, യൂസ്ലെസ്. രണ്ടാമത്തെ ദിവസം ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. യൂസ്ലെസ് 100% കട്ട് ചെയ്യാൻ കമ്പനി തീരുമാനിക്കുന്നു. 50% ഇമ്പോർട്ടന്റ് എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. മൂന്നാമത്തെ ദിവസം റീനെഗോസിയേഷൻ ആണ്. അന്ന് സാലറി റീനെഗോഷിയേറ്റ് ചെയ്യുന്നു, റെന്റ് റീനെഗോഷിയേറ്റ് ചെയ്യുന്നു, സപ്ലൈസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നടക്കും. അത് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വേണം. അത് ഒരു ലീഡർ, അതാ ഞാൻ പറഞ്ഞേ, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. ഒരു ക്രൈസിസ് വരുമ്പോൾ അറിയാം ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് എന്ന്. മനസ്സിലാവുന്നു? യെസ്, ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് ഒരു ലീഡർ, എന്താണ് ആ ലീഡറുടെ ക്വാളിറ്റി. സോ നമ്മളിപ്പം പഠിച്ചു നിർത്തിയത് ഓ ക്യാഷ്, ആ ഓ ക്യാഷിന്റെ അകത്തെ ഓ ക്യാഷ് ഔട്ട്, എക്സ്പെൻസുകൾ എങ്ങനെ ഈ ക്രൈസിസ് സമയത്ത് കുറയ്ക്കാമെന്നുള്ളതാണ്. ഇനി ഈ സമയത്ത് അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇൻകം കൊണ്ടുവരാൻ പറ്റണം. ഇൻകം കൊണ്ടുവരാൻ പറ്റുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എവിടുന്നൊക്കെ നമുക്ക് എക്സിസ്റ്റിംഗ് പേയ്മെന്റ് കിട്ടാനുണ്ടോ ആ കളക്ഷൻസിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ.
ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഫാസ്റ്റർ യുവർ കളക്ഷൻസ്. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കാൻ പറ്റുമോ അത് ചോദിച്ച് വാങ്ങിക്കേണ്ട സമയമാണ് ഇത്. ചോദിച്ച് വാങ്ങിക്കണം. എവിടൊക്കെ നമുക്ക് പേയ്മെന്റ് ടേംസിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത് നമ്മളിവിടെ ഔട്ടിൽ പറഞ്ഞു. എവിടൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ്. സോ ഇൻകം കൂട്ടാൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ് ക്രൈസിസ് സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ്. ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് എങ്ങനെ വരുമാനം കൂട്ടാൻ പറ്റും അതായിരിക്കണം ആദ്യം നോക്കുന്ന കാര്യം. കാരണം ഏറ്റവും ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ കസ്റ്റമർ ഹോട്ട് കസ്റ്റമർ. ഹോട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഹാവ് ഓൾറെഡി ഡൺ ബിസിനസ് വിത്ത് അസ്. നമ്മളോട് ഓൾറെഡി ബിസിനസ് ചെയ്ത ആളുകളാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം പ്രൊഡക്റ്റോ സർവീസോ ഓൾറെഡി വാങ്ങിച്ച് നമുക്ക് കാശ് തന്ന് നമ്മളുമായി ബിസിനസ് ചെയ്തവരാണ് ഹോട്ട് കസ്റ്റമേഴ്സ്. അവരുടെ പ്രത്യേകത എന്താ? ദേ ഓൾറെഡി നോ യു. നമ്മളെ ഓൾറെഡി അവർക്ക് അറിയാം, നമ്മൾ എന്താണെന്ന് അവർക്കറിയാം. സോ ലോകത്തെ ഏറ്റവും ഈസിയസ്റ്റ് കസ്റ്റമർ ആണ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ. രണ്ടാമത്തതാണ് വാം കസ്റ്റമർ. വാം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറേ നാളായിട്ട് നമ്മളെ അറിയാം, പക്ഷെ ഇവർ ഇതുവരെ നമ്മളുമായിട്ട് ബിസിനസ് ചെയ്തിട്ടില്ല. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ടെസ്റ്റിമോണിയൽ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് റെഫറൽസ്, ഇതൊക്കെ എടുക്കുമ്പോൾ ഈ വാം കസ്റ്റമേഴ്സിനെ നമുക്ക് ഹോട്ടാക്കാൻ പറ്റും. സോ ഒന്നാമത്തെ സ്ട്രാറ്റജി എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് കൂടുതൽ വിൽക്കുക, കാരണം ദേ ആർ ഓൾറെഡി നോൺ പീപ്പിൾ. രണ്ട്, ഇവരുടെ ടെസ്റ്റിമോണിയലും ഇവരുടെ കയ്യിൽ നിന്ന് റെഫറൽസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് റെഫറൽ ഇൻസെന്റീവ് ഒക്കെ കൊടുക്കാം നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്. ഹോട്ട് കസ്റ്റമർ ഇവർക്ക് റെഫറൽ ഇൻകവും അതുപോലെ തന്നെ ഇവർക്ക് ഇൻസെന്റീവും ഇവരുടെ ടെസ്റ്റിമോണിയൽസും ഇവരുടെ ഗൂഗിൾ റിവ്യൂവും ഇവരുടെ വീഡിയോസും എല്ലാം ഇട്ടുകൊണ്ട് വാം കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം. മൂന്നാമത്തതാണ് കോൾഡ് കസ്റ്റമർ. കോൾഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സ്. ഈ സ്ട്രേഞ്ചേഴ്സിനെ തൽക്കാലം ക്രൈസിസ് സമയത്ത് പിടിക്കാൻ പോവരുത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സമയത്ത് ഇവരെ പിടിക്കാൻ പോവണ്ട. കാരണം ഇവർക്ക് ഇപ്പൊ തന്നെ ഒരു മൊത്തത്തിൽ ഒരു ക്രൈസിസ് നിൽക്കുകയാണ്. ഇവര് അബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സ് ആണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മളെ അറിയില്ല. ഇനി ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയം കൂടെ ആയതുകൊണ്ട് ഇവനെ കൺവിൻസ് ചെയ്തെടുക്കാനും ഇവനെ പറഞ്ഞ് റെഡിയാക്കി എടുക്കാനും ഒക്കെ ഒത്തിരി സമയം എടുക്കും. മാത്രമല്ല ഇവനെ കണ്ടെത്താൻ നമ്മൾ ഒത്തിരി മാർക്കറ്റിംഗ് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ 10% മതി ഇവരെ കൊണ്ടുവരാൻ. അപ്പൊ ചെലവ് കുറയ്ക്കാനും പറ്റും, വരുമാനം കൂട്ടാനും പറ്റും. ക്രൈസിസ് സമയത്ത് സ്ട്രേഞ്ചേഴ്സിനെ പിടിക്കാൻ പോവണ്ട. ആർക്കാ പോകാൻ പറ്റുന്നേ? ഞാനിത് പറയുന്നത് ക്രൈസിസ് ഉള്ളവരുടെ കാര്യമാണ്. റിസർവ് ക്യാഷ് കയ്യിലുള്ള, നമ്മൾ 3+ മന്ത്സിലേക്ക് റിസർവ് ക്യാഷ് ഒക്കെ കയ്യിലുള്ളവരുണ്ടല്ലോ, അവരിപ്പൊ പോയി പിടിച്ചോണവന്മാരെ. കാരണം എന്താ? ഇവരാരും ഇപ്പൊ മാർക്കറ്റിംഗ് ചെയ്യത്തില്ല. മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇപ്പൊ മാർക്കറ്റ് ചെയ്യത്തില്ല. അതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം. ഇന്നിപ്പോ ഈ നടക്കുന്ന വെബിനാർ എന്താ? ഈ ഫ്രീ വെബിനാർ എന്തിനുള്ളതാ? ഈ പറഞ്ഞ വാം ആൻഡ് കോൾഡ്. ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരുണ്ട്, റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്നവർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെന്താണ്? അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർ ഇന്ന് വിട്ടിരിപ്പുണ്ട്. അടുത്ത 3 വർഷത്തേക്ക് ഈ ക്രൈസിസ് ഒന്നും മാറിയില്ലെങ്കിലും അടുത്ത 3 വർഷത്തേക്കുള്ള റൺവേ, 18 മാസത്തേക്കുള്ള ബിസിനസ്സിലെയും പേഴ്സണലെയും റൺവേ ഉണ്ടാക്കിയിട്ടിട്ട് നിൽക്കുക, പൊളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് എന്താ? മാർക്കറ്റിങ്ങിനോട്ട് സ്പെൻഡ് ചെയ്യാൻ പോവാ. ഇനി അതുള്ളവൻ ഇറങ്ങി അടിച്ചോണം, അതില്ലാത്തവൻ ഇപ്പൊ ഇതേ തൊടാൻ പോകരുത്. എക്സിസ്റ്റിംഗ് കസ്റ്റമറേയും അതുപോലെ തന്നെ നമ്മൾ റെഫറൽ അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസിൽ കൂടി ഈ വാം കസ്റ്റമേഴ്സ്, അവർക്ക് നമ്മളെ അറിയാം പക്ഷെ ഇതുവരെ ബിസിനസ് ചെയ്തിട്ടില്ല. അതായത് ഓൾറെഡി ലീഡ്സ് വന്നു, ഓൾറെഡി നിങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു, ഓൾറെഡി നിങ്ങൾ ബിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ടൊക്കെ ഇരിക്കുന്നതാണ് വാം കസ്റ്റമർ. ഇവരെ പിടിക്കുക, എക്സിസ്റ്റിംഗ് കസ്റ്റമറേയും കൊണ്ടുവരും. ഇതാണ് വാർ ടൈമിൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ പറഞ്ഞ ഓ ക്യാഷ് ഇൻ ആൻഡ് ഓ ക്യാഷ് ഔട്ട്, ഇതിന്റെ ഗ്യാപ്പ് കൂട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമുക്ക് ഓ ക്യാഷ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം എന്ന് പഠിച്ചു. അപ്പം ഓ ക്യാഷ് ഇൻ മൈനസ് ഓ ക്യാഷ് ഔട്ട്, വരവ് മൈനസ് ചെലവ്, ഇതിന്റെ ഗ്യാപ്പ് കൂട്ടുക എന്നുള്ളതാണ്, അതിന്റെ വലിപ്പം കൂട്ടുക എന്നുള്ളത്. അതിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെൽ വിത്ത് ഹൈ മാർജിൻ.
ഹൈ മാർജിൻ വിൽക്കണം. ഹൈ മാർജിൻ വിൽക്കുന്നതിന്റെ പേരാണ് പ്രീമിയം സെല്ലിംഗ്. നിങ്ങളോട് ഞാൻ വർഷങ്ങളായിട്ട്, എൻ്റെ ക്ലാസ് കാണുന്നവർക്കറിയാം, വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പ്രീമിയത്തിൽ വിൽക്കണം 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 എന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്കൊരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 1 പുവർ കസ്റ്റമേഴ്സ്, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം കസ്റ്റമർ, 4 അൾട്രാ പ്രീമിയം കസ്റ്റമർ. കസ്റ്റമേഴ്സിനെ 4 ആയിട്ട് തിരിക്കുന്നു. 1 പുവർ കസ്റ്റമർ, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം, 4 അൾട്രാ പ്രീമിയം. ഒരു ക്രൈസിസ്, ഒരു സാമ്പത്തിക പ്രതിസന്ധി നാട്ടിലുണ്ടായാൽ അത് ഏറ്റവും ആദ്യം ബാധിക്കുന്ന ആരെയാ? അതുകൊണ്ടാണ് പറയുന്നത്, ഡോണ്ട് ഡു ബിസിനസ് വിത്ത് പുവർ പീപ്പിൾ. ഇവരുമായിട്ട് ബിസിനസ് ചെയ്യരുത്. കാരണം അവരെ പ്രതിസന്ധി പെട്ടെന്ന് ബാധിക്കും. അവര് അതാത് മാസത്തിൽ കിട്ടി ജീവിക്കുന്നവരാ. ആ മാസം അവന് കിട്ടിയില്ലെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞില്ലേ സി ടൈപ്പിനെ പറഞ്ഞു വിടാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഈ കാറ്റഗറിയാ. ഇവരുമായിട്ട് ബിസിനസ് ചെയ്താൽ ഒരു ദിവസം വെള്ളം പൊങ്ങിയാൽ, ഒരു ദിവസം മഴ പെയ്താൽ, ഒരു ദിവസം ഹർത്താലായാൽ, ഒരു ദിവസം ബോംബ് വീണാൽ തീർന്നു. ഇവന്റെ കയ്യിൽ പൈസയില്ല, അവന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലും പൈസ കാണത്തില്ല. ഇനി രണ്ടാമത്തതാണ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിന്റെ പ്രശ്നം, ഇവര് എംപ്ലോയീസ് ആണ് കൂടുതലും. എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പ്രൈസ് കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ചീപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും മിഡിൽ ക്ലാസ്. അതേസമയം ഈ പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ ഇവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമോഷണൽ ആയിരിക്കും. അവര് വാല്യൂ നോക്കിയിട്ടാണ് സാധനം മേടിക്കുക, ഇമോഷൻസിന്റെ പുറത്താണ് സാധനം മേടിക്കുന്നത്. ഇവര് ഒരു വീട് വെക്കുകയാണെങ്കിൽ ഇവര് വെക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന വീടായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, അല്ലെങ്കിൽ എന്നെ കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് വലിയ ആളുകളെ കൊച്ചാക്കി പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ദിസ് ഈസ് റിയാലിറ്റി. നിങ്ങൾ ക്യാഷ് ഫ്ലോ നോക്കിയാണ് കളിക്കുന്നത് എങ്കിൽ നിങ്ങൾ ലാഭമില്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്യത്തില്ല. നിങ്ങൾ ഈ റവന്യൂ നോക്കി കളിക്കുന്നത് കൊണ്ട്, ഇവിടെ ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് ഇരുന്നോട്ടെ, ഇവൻ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ പൈസ അത് വെച്ചിട്ട് വീട് വെക്കുന്ന 100 പ്രൊജക്ട് നടക്കുന്നു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. മറ്റൊരു കമ്പനിക്ക് ഇതേലെ ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ. ഏതാ ലാഭം? ഇവിടെ കുറച്ച് സ്റ്റാഫ് മതി, ഇവിടെ കുറച്ച് സിസ്റ്റം മതി, ഇവിടെ 100 എടുത്താ പണി നടക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്നെങ്കിലും ഇവന്മാരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇവിടുത്തെ വോളിയം കൂട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ വോളിയം കുറവായിരിക്കും, നമ്പേഴ്സ് കുറവായിരിക്കും, പക്ഷെ അവിടെ ലാഭം ഉണ്ടായിരിക്കും. ആ ലാഭത്തിൽ കളിക്കണം. ഇവൻ അടുത്ത മാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പൈസ, ഇവിടോ അവരുടെ കയ്യിൽ ഓൾറെഡി ഇതിനു വേണ്ടിയിട്ട് ഫണ്ടൊക്കെ മാറ്റി വെച്ചിരിക്കുക. അവര് അതും കോടികൾ മാറ്റിയിട്ടിരിക്കുക. അതേലെ ഒരു വർക്ക് കിട്ടിയാൽ മതി. ആ മാർജിൻ്റെ അകത്തിരിക്കുകയാണ് കാര്യം. ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ സർവൈവ് ചെയ്യുന്നു എന്ന്. സർവൈവ്, നമ്മൾ നിലനിൽക്കുന്നു, മുങ്ങിപ്പോകുന്നില്ല, ശ്വാസം വിടാൻ നമുക്ക് പറ്റുന്നുണ്ട്, ജീവനോടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മിസൈൽ വരുമ്പോൾ ആദ്യം മെസ്സേജ് വരുന്ന ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി ഒളിച്ചോ എന്നാ പറയുന്നത്, കൂര ഉള്ളിടത്ത് കയറി നിൽക്കാനാ പറയുന്നത്. സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതാണ് നമ്മളിപ്പോൾ പഠിച്ച എന്ത് ചെയ്യുക, നമ്മുടെ ഈ ക്യാഷ് പോസിറ്റീവ് ആക്കുക. രണ്ടാമത്തതാണ് സ്റ്റേബിൾ ആകുക എന്നുള്ളത്. സ്റ്റേബിൾ ആകാൻ എന്ത് ചെയ്യണം? ചെലവുകൾ പരമാവധി ചുരുക്കണം. ആവശ്യമില്ലാത്ത എല്ലാ ചെലവും കട്ട് ചെയ്യണം. യൂസ്ലെസ് ആയിട്ടുള്ള 100%, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50%, ക്രിറ്റിക്കൽ ആയിട്ടുള്ളത് റീനെഗോഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ബിസിനസ്സിനെ ഒന്ന് സ്റ്റേബിൾ ആക്കുക. അതിനുശേഷം നമ്മൾ ഡോമിനേറ്റ് ചെയ്യുക. സോ സർവൈവ്, സ്റ്റേബിൾ ആൻഡ് ഡോമിനേറ്റ്. സോ ഫെബ്രുവരി 28 തൊട്ട് മാർച്ച് 28 ആയപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സോ 2026 പോയി എന്ന് വിചാരിച്ച് തന്നെ വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. പറഞ്ഞ് മനസ്സിലായോ? 2026 നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഇറങ്ങാൻ. അതിനു വേണ്ടി, അത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, അത്രയും പ്രിപ്പയർഡ് ആകണം എന്നാ പറഞ്ഞു വന്നേ. അടുത്ത 8 മാസത്തേക്ക് ഇതിങ്ങനൊക്കെ തന്നെ ആയിരിക്കും എന്ന് കരുതിക്കും.
ഈവൻ ഇഫ് ഇപ്പം യുദ്ധം പിൻവലിച്ചാലും നിർത്തിയാലും ഈ ക്രൈസിസ് അത് നീണ്ടു നിൽക്കും. ഈ ഒരു വർഷം എടുക്കും ഇതൊന്ന് ഈ ഓളം ആ ഒലച്ചിലൊന്ന് സ്റ്റേബിൾ ആവാൻ, ഈ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആകാൻ. കാരണം ടൂറിസ്റ്റുകൾ വരില്ല, റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആവും, മേജർ തിങ്ങാ, മേജർ ക്യാഷ് ഫ്ലോയാ, അതില്ലാതാവും. അതില്ലാതെ വരുമ്പോൾ എന്നാൽ അപ്പുറത്തെ സൈഡിലോ ഗ്യാസിന്റെയും പെട്രോളിന്റെയും സാധനങ്ങളുടെ ഒക്കെ വില കൂടുകയും ചെയ്യും. വരവും കുറയുന്നു, ഇൻ കുറയുന്നു, ഔട്ട് കൂടുന്നു. എന്ത് സംഭവിക്കും? ഓ ക്യാഷ് നെഗറ്റീവ് ആകും. ഈ ഓ ക്യാഷ് പോസിറ്റീവ് ആകണമെങ്കിൽ പ്രീമിയത്തിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് റെഫറലിൽ നിന്ന് കൂടുതൽ സെയിൽ എടുക്കുകയും ആവശ്യമില്ലാത്ത ചെലവുകൾ കുറയ്ക്കുകയും ചെയ്ത് ഓ ക്യാഷ് പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്ന് മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് സസ്റ്റെയിൻ. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഇനഫ് റിസർവ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈം ഫോർ യു ടു ഡോമിനേറ്റ്. ഏത്? ഹോട്ട് കസ്റ്റമർ, വാം കസ്റ്റമർ, കോൾഡ് കസ്റ്റമർ. ഈ കോൾഡ് കസ്റ്റമറിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാ. കാരണം ബാക്കി എല്ലാവരും ഇപ്പം SEO നിർത്തും. അതുകൊണ്ട് തന്നെ പല കീവേഡ്സും നമുക്കിനി ഫ്രീ ആയിരിക്കും. പല രീതിയിലുള്ള മാർക്കറ്റിംഗ്, ഇപ്പം ഫേസ്ബുക്കിൽ ആഡ് കുറയും, ഇൻസ്റ്റയിൽ ആഡ് കുറയും, ഗൂഗിൾ ആഡ്സ് കുറയും, ബാക്കിയുള്ളവർ ചെയ്യാതെ വരും. അപ്പം നമ്മളുടെ ആഡിന് കൂടുതൽ റീച്ച് കിട്ടും. സോ റിസർവ് ഫണ്ട് ഉള്ളവർ ഡോമിനേറ്റ് ചെയ്യുക, അല്ലാത്തവർ സർവൈവ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്യുക, പറ്റുന്നത്രയും ക്യാഷ് കളക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, പറ്റുന്നത്രയും പ്രീമിയം സെല്ലിംഗ് മാർജിൻ കൂട്ടി വിൽക്കാൻ നോക്കുക, പറ്റുന്നത്രയും നല്ല കസ്റ്റമേഴ്സിനെ കൂടെ നിർത്തുക, പറ്റുന്നത്രയും ചെലവുകൾ ചുരുക്കുക. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഓ ക്യാഷ്, ഐ ക്യാഷ്, എഫ് ക്യാഷ് എന്ന് പറയുന്നതിന്റെ ഡിഫറൻസിയേഷനും ഈ കാര്യങ്ങളും കേൾക്കുന്നത്. ഞാൻ വീണ്ടും പറയും, ഓ ക്യാഷ്, ക്യാഷ് കളക്ഷൻ, അതായിരിക്കണം നമ്മുടെ ബിസിനസ്. അതല്ലാതെ കടം കൊടുത്തിട്ട് കസ്റ്റമറുടെ പുറകിന് നടന്ന് തെണ്ടേണ്ട അവസ്ഥ നമുക്കുണ്ടാവരുത്. അന്നാ പറഞ്ഞത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരൊറ്റ പേരും പറഞ്ഞ് ചവിട്ടും, നിങ്ങൾ അവന്റെ പുറകിന് നടന്ന് തെണ്ടേണ്ടി വരും. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനം എടുക്കുക, ഒരുത്തനും കടം കൊടുക്കില്ല. ആ കടം കൊടുത്തുള്ള ബിസിനസ് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നിടത്ത് ഇരിക്കുകയാണ് നമ്മളുടെ അടുത്ത ലെവലിലെ യാത്ര, അടുത്ത ലെവലിലേക്കുള്ള കുതിച്ചുചാട്ടം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ക്രൈസിസ് നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ഈ ക്രൈസിസ് തീരുന്നിടം വരെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പറ്റുന്നത്രയും കിങ്സ് ക്ലബിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഇട്ട് തരുന്നുണ്ടാവും. പറ്റുന്നത്രയും സമയങ്ങളിൽ ഞാൻ വന്ന് ഫ്രീ വെബിനാർ എടുക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോ വീണ്ടും കാണാം. അതിനു മുന്നേ ഓടിപ്പോയി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വാ. We will meet soon. Thank you. Take care. Bye. And love you all. Love you.